اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. ഏറ്റവും ആദരണീയനായിട്ടുള്ള അധ്യക്ഷൻ, അതുപോലെ സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഉമ്മമാരെ, ഉപ്പമാരെ, ഈ മക്കളെ പാലൂട്ടി വളർത്തുന്ന ജീവികൾക്കൊരു പേര് പറയാറുണ്ട്. സസ്തനികൾ എന്ന് മലയാളത്തിൽ പറയും. 5000-ഓളം വരുന്ന സസ്തനികളുടെ കണക്കുകളൊക്കെ ജീവശാസ്ത്രത്തിലൊക്കെ കുട്ടികളൊക്കെ പഠിക്കാറുണ്ട്. ആ സസ്തനികളിൽ എണ്ണുമ്പോൾ മനുഷ്യനും അതിൽപ്പെട്ടതാണ്, പാലൂട്ടി വളർത്തുന്നതാണ്. പക്ഷെ മറ്റൊരു ജീവികളിൽ നിന്നെല്ലാം, മറ്റു ഇതര ജീവികളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി മനുഷ്യന്റെ പ്രത്യേകത എന്ത് എന്ന് ചോദിച്ചാൽ, മനുഷ്യനെ പാലൂട്ടുക എന്ന ഒരു കർമ്മത്തിൽ മാത്രം നിക്ഷിപ്തമാകുന്നതല്ല മനുഷ്യന്റെ വളർച്ചയും ഘടനയും അവന്റെ ജീവിതക്രമവും. ഒരു പശു പ്രസവിച്ചാൽ പശുവിൻ്റെ കുട്ടി, അതിന് സഹജമായ ഒരു സ്കില്ലുണ്ട്. അതിന് ജന്മനാ അതിന് അള്ളാഹു കൊടുത്തിട്ടുള്ളൊരു കഴിവുണ്ട്. ആ കഴിവ് അത് ജനിക്കുമ്പോൾ തന്നെ അതിൽ അടങ്ങി നിൽക്കുന്ന ഒന്നാണ്. ആ കഴിവ് കൊണ്ട് അത് അതിൻ്റെ മാതാവിൻ്റെ അമ്മിഞ്ഞ നുകരുകയും അതിൻ്റെ ശാരീരിക ഘടന വളരെ ദ്രുതഗതിയിൽ വളരുകയും ഒക്കെ ചെയ്യും. അങ്ങനെ ഒരു മാതാവിൻ്റെ സഹായം ആവശ്യമായി വരുന്നതിൻ്റെ പാലൂട്ടൽ സമയം കഴിഞ്ഞാൽ, മുലകുടിപ്രായം കഴിഞ്ഞാൽ, പിന്നെ അവിടെ മാതാവ് പിതാവ് എന്ന് പറഞ്ഞ പോലെ, നമ്മൾ പറയുന്ന പോലെ ഒരു മാതൃത്വവുമായിട്ട് അതിന് പിന്നെ ബന്ധമില്ല. പിന്നെ കഴിഞ്ഞു. അങ്ങനെ എല്ലാ സ്പീഷീസുകൾ, ഈ സസ്തനികളിൽപ്പെട്ട, മാമൽസിൽപ്പെട്ട ഓരോ ജീവികളും അങ്ങനെ തന്നെയാണ്. അത് കഴിഞ്ഞ് അതിൻ്റെ കാലാവധി കഴിഞ്ഞു. പിന്നെ യാതൊരു പ്രതിബദ്ധതയും ഉണ്ടാവേണ്ട ആവശ്യമില്ല. പക്ഷെ മനുഷ്യന്റെ കുട്ടിയെ ഒരു 2 വർഷം മുലയൂട്ടി കഴിഞ്ഞിട്ട് പാലൂട്ടുന്ന പ്രായമൊക്കെ കഴിഞ്ഞു, ഇനി കുട്ടി സ്വന്തം വളരട്ടെ എന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. ഞാൻ കഴിഞ്ഞിട്ട് പിന്നെ ഒരു 2 വർഷം കൂടി കഴിഞ്ഞാൽ പറ്റുമോ? അതും പറ്റൂല. പിന്നെ ഒരു 2 വർഷം കൂടി കഴിഞ്ഞാൽ പറ്റുമോ? അതും പറ്റൂല. ഇനിയിപ്പോൾ ഈ 2 മനുഷ്യനും മറ്റിതര ജീവികളും 2 ജീവികൾ എടുത്ത് നോക്കുകയാണെങ്കിൽ, മനുഷ്യന്റെ കുട്ടി ജനിക്കുന്ന സമയത്ത് ആ മനുഷ്യന്റെ കുഞ്ഞിൻ്റെ തലച്ചോറ്, അതിൻ്റെ ഒരു തൂക്കം ഉണ്ടാവുന്നത് ഒരു 440 ഗ്രാമൊക്കെയാണ് അതിൻ്റെ തൂക്കം ഉണ്ടാവുക. പിന്നെ ഒരു പൂർണ്ണ വളർച്ച എത്തിയ ഒരു തലച്ചോറ് എന്ന് പറയുന്നത് 1400 സംതിങ് വരുന്ന ഗ്രാം, അത്രയാണ് അതിൻ്റെ പൂർണ്ണ വളർച്ച എത്തുമ്പോൾ ഒരു തലച്ചോറിൻ്റെ തൂക്കം. അതെപ്പോഴാണ് വളരുന്നത്? ഈ പൂർണ്ണ വളർച്ച എത്തുന്ന തലച്ചോറിൻ്റെ ഏറ്റവും അധികം ബ്രെയിൻ വളരുന്നത് ഈ ബാല്യകാലം മുതൽ
ഈ ഒരു 10-12 വയസ്സിൻ്റെ ഇടയിലാണ് ഏറ്റവും വേഗതയിൽ അത് വളരുന്നത്. 85% ആദ്യത്തെ ഒരു 5-6 വയസ്സിൻ്റെ ഇടയിൽ കഴിയും ബ്രെയിൻ വളർച്ച. അപ്പൊ ജനിക്കുന്ന സമയത്ത് അതിൻ്റെ 4/1 ഭാഗം മാത്രമേ ഉള്ളൂ പൂർണ്ണ വളർച്ചയുടെ. എന്നാൽ മറ്റു ജീവികളെ എടുത്തു നോക്ക്. മറ്റ് ജീവികളുടെ ഒരു 80% വളർച്ച പൂർത്തിയായിട്ടാണ്, തലച്ചോറിന്റെ വളർച്ച പൂർത്തിയായിട്ട് അവൾ ജനിക്കണേ. ഇതെന്താണ് നമ്മുടെ മനുഷ്യന്റെ ഒരു പ്രത്യേകത? മനുഷ്യന് മൃഗങ്ങളെ പോലെയല്ല. മനുഷ്യന് പഞ്ചേന്ദ്രിയങ്ങൾ നൽകി അവൻ്റെ തലച്ചോറുമായിട്ടുള്ള ഒരു കണക്ഷനിലൂടെ അവന് വിവേചന ബുദ്ധി നൽകി, ചിന്താശേഷി നൽകി, സംസാര വൈഭവം നൽകി, ആശയവിനിമയം നൽകി, എഴുതാനും വായിക്കാനും പഠിപ്പിച്ചു. ഇതെല്ലാം മനുഷ്യന്റെ സവിശേഷതയാണ്. അപ്പം ഇതര ജീവികളെ പോലെയല്ല, നമ്മുടെ ജീവിതത്തിന് അള്ളാഹു ചില ഉദ്ദേശങ്ങൾ അതിന് വെച്ചിട്ടുണ്ട്. അത് ഇവിടുന്ന് അങ്ങനെ കഴിഞ്ഞു പോകാൻ മാത്രമാണെന്നെങ്കിൽ അതിൻ്റെ ആവശ്യം ഇല്ല. മൃഗങ്ങൾ ഇവിടുന്ന് അങ്ങനെ കഴിഞ്ഞു പോകുന്നേ ഉള്ളൂ. പക്ഷെ മനുഷ്യ ജീവിതത്തിനൊരർത്ഥമുണ്ട്. ആ അർത്ഥം അവൻ്റെ വിവേചന ബുദ്ധി ഉപയോഗിച്ച് അവനെ മനസ്സിലാക്കാൻ പാകത്തിലുള്ള ഒരു വൈജ്ഞാനിക ലോകത്തേക്ക് അവൻ അള്ളാഹു സൃഷ്ടിച്ചു, ഭൂമിയിലേക്ക്. ഈ ഭൂമിയിൽ 2 രൂപത്തിലുള്ള ആയാത്തുകളെ അള്ളാഹു മനുഷ്യന്റെ മുമ്പിൽ നൽകി. എവിടേക്കെത്താൻ? തന്നെ സൃഷ്ടിച്ച, തന്നെ പറഞ്ഞയച്ച ഒരാളിലേക്ക് എത്താൻ. ഒന്ന് ആയാത്തുൽ കൗനിയ, അതുപോലെ ഖുർആനിയ, പ്രാപഞ്ചികമായ ആയത്തുകൾ. ഈ പ്രപഞ്ചത്തിൽ എല്ലാറ്റിലും ആ ആയത്തുകൾ കാണാൻ പറ്റും, ദൃഷ്ടാന്തങ്ങൾ. മറ്റൊന്ന് അള്ളാഹുവിൻ്റെ കെലിമത്തുകൾ അടങ്ങിയിട്ടുള്ള ആയത്തുകൾ. ആ ആയത്തുകളും, ഇത് രണ്ടും പ്രാപഞ്ചികമായ ആയത്തുകൾ കണ്ട് ചിന്തിക്കണമെങ്കിൽ അവൻ്റെ ബുദ്ധി പ്രവർത്തിക്കണം. അപ്പൊ അതിന് കാഴ്ചയുണ്ട്, കേൾവിയുണ്ട്. അതിന് പുറമെ അവന് രുചി നൽകി, അതിന് സ്മെല്ല് നൽകി, സ്പർശന ശേഷി നൽകി. ഇതിലൂടെ എല്ലാം അവന് സ്വായത്തമാക്കുന്ന, അറിയുന്ന, പഠിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അള്ളാഹുവിൻ്റെ വചനം മനുഷ്യന്റെ ജീവിതത്തിൻ്റെ ഒരു കാറ്റലോഗായി നൽകി, എങ്ങനെ ജീവിക്കണം എന്നുള്ളത് അതിലൂടെ ചേർത്ത് വെച്ച് ചിന്തിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു വരേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ മനുഷ്യൻ അവൻ പഠന ത്വരയുള്ള, അറിയാനുള്ള അഭിവാഞ്ചയുള്ള ഒരു രൂപത്തിലാണ് മനുഷ്യൻ എല്ലാം അറിഞ്ഞ് മനസ്സിലാക്കി മറ്റു രൂപത്തിലാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. എല്ലാറ്റിലും മനുഷ്യൻ്റെ ഉള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. ഒരു കുട്ടി ജനിച്ച് വളരുന്നതിൻ്റെ ഇടയിൽ ഏറ്റവും അധികം താല്പര്യവും ഏറ്റവും അധികം അറിയാനുള്ള ഒരു ആഗ്രഹവും നിലകൊള്ളുന്ന കുട്ടിയിലാണ്. ആ അറിയാനുള്ള ആഗ്രഹം വളരുന്ന ബ്രെയിൻ വളർച്ചയുടെ ഏറ്റവും വലിയ ഘട്ടമാണ് ആ ഒരു ചെറുപ്പകാലം എന്ന് പറയുന്നത്. അവിടെയാണ് കുട്ടികൾക്ക് നമ്മൾ അറിവിനെ കൊടുക്കാനുള്ള ഒരു അന്തരീക്ഷം ഒരുക്കുന്നത്. നമ്മളെ വീട്ടിൽ നിന്ന് നമ്മുടെ കുട്ടി പഠിക്കുന്നുണ്ട്. ജനിച്ച് ഉടനെ തന്നെ ആ കുട്ടിയുടെ കേൾവിയിലൂടെ കുട്ടി പഠിക്കുന്നുണ്ട്. ഇനി ജനിച്ചതെന്ന് മാത്രമല്ല, ഗർഭസ്ഥ ശിശു ആയിരിക്കെ തന്നെ കുട്ടി കുറെ കാര്യങ്ങൾ തലച്ചോറിലേക്ക് സ്വാംശീകരിച്ചെടുക്കുന്നുണ്ട്. മനുഷ്യന് ബുദ്ധിയുണ്ട്, അതുപോലെ തന്നെ മനുഷ്യന്റെ ഉള്ളിൽ വികാരവുമുണ്ട്, വൈകാരിക തലങ്ങളുണ്ട്. സന്തോഷം, സങ്കടം, ദേഷ്യം, വെറുപ്പ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറെ വൈകാരിക തലങ്ങളെല്ലാം മനുഷ്യന്റെ ഉള്ളിലുണ്ട്. ഇതിനെയൊക്കെ ബാലൻസ് ചെയ്ത് അവൻ്റെ ബുദ്ധിയാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഓരോ കാര്യങ്ങളെയും മനസ്സിലാക്കി അതിനനുസരിച്ച് ഒരു മനുഷ്യനായിട്ട് വളരണം. അവനെങ്ങനെ ഒരു മൃഗത്തെ പോലെ ഇങ്ങനെ ഈ ഒരു പ്രകൃതിയിൽ അങ്ങനെ ജീവിച്ച് അവനെ പാലൂട്ടി കൊടുത്ത രക്ഷിതാവ് അതിനുള്ള ശാരീരികമായ പോഷണങ്ങളൊക്കെ കൊടുത്തു. ഇനി എന്താ വെച്ചാൽ എവിടെ വെച്ചാൽ പോയിക്കോട്ടെ പോയി കഴിഞ്ഞാൽ ആ കുട്ടി എന്തായി മാറും? ആ കുട്ടി ഒരു ഗൈഡൻസ് കിട്ടാത്തത് കൊണ്ടും, ആ കുട്ടിക്ക്
കൃത്യമായ ആ കുട്ടിയുടെ ബ്രെയിൻ വളർച്ച നടക്കുന്ന സമയത്ത് കുട്ടിയുടെ വിവേചന ബുദ്ധിയില്ല. ബുദ്ധി ആ ബുദ്ധിയുടെ വിവേചനം വളരുന്നത് കുറെ കഴിഞ്ഞിട്ടാണ്. പക്ഷെ ഓരോ കാര്യങ്ങളും സ്വാംശീകരിക്കുന്ന സമയമാണ്. ഈ സമയത്ത് കൃത്യമായ അവബോധം കുട്ടി കിട്ടണം, നോളജ് കിട്ടണം, നിർദ്ദേശങ്ങൾ കിട്ടണം. അത് കുട്ടിയുടെ ഇമോഷൻ, വികാരത്തെ കൂടി പരിഗണിച്ചുകൊണ്ടുള്ള സ്നേഹവും കുട്ടിയോടുള്ള കാരുണ്യവും എല്ലാം വെച്ചുകൊണ്ട് ക്ഷമയോടുകൂടിയുള്ള പടിപടിയായിട്ടുള്ള ഒരു വളർച്ച കുട്ടിക്ക് കിട്ടണം. അതിനാണ് ലോകത്ത് ഏറ്റവും ദീർഘമേറിയ ബാല്യം ആർക്കുള്ളത്? മനുഷ്യന്റെ കുട്ടിക്കാണ്. വേറൊന്നിനും ആ ബാല്യമില്ല. 10-12 വയസ്സ്, അഡോളസൻസ് വരെ അല്ലെ, നമ്മളെ അണ്ടറിലാണ് കുട്ടികൾ വരേണ്ടത്. ആ അണ്ടർ എന്താണ്? കുട്ടിക്ക് തെർബിയത്ത് കൊടുക്കാനുള്ള പ്രായമാണ്. ഈ സമയത്ത് എന്തൊക്കെയാണ് തെർബിയത്ത്? എന്താണ് കുട്ടി കിട്ടേണ്ട തെർബിയത്തുകൾ? എന്തൊക്കെയാണ്? കുട്ടിക്ക് അദബുകൾ കിട്ടണം, മര്യാദകൾ കിട്ടണം. കുട്ടികൾ കേട്ട് പഠിക്കുന്നതിനേക്കാൾ മുമ്പ് കുട്ടികൾ കണ്ടു പഠിക്കുന്നവരാണ്. കുട്ടികൾ ആരെയാണ് ആദ്യം കാണുന്നത്? ഏതൊരു കുട്ടിയും ആദ്യം കാണുന്നത് ആദ്യത്തെ 6 മാസം, ജനിച്ച കുട്ടിയുടെ 6 മാസം കുട്ടിയുടെ കാഴ്ച ഉള്ള കുട്ടിക്ക് പോലും ഒരു തരം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം മാത്രമേ കുട്ടിയുടെ മുമ്പിൽ ഉണ്ടാവുള്ളൂ. കുട്ടിക്ക് ഓരോ രൂപങ്ങളെയും ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ കുട്ടി അവിടെ പാലൂട്ടുന്ന ഉമ്മയുടെ മുഖത്തെ പതിയെ 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 തിരിച്ചറിഞ്ഞു തുടങ്ങുന്നു. പതിയെ കാഴ്ചകളിൽ കളറ് വരുന്നു, ഓരോന്നിനെയും മനസ്സിലാക്കുന്നു, കേൾവി ആദ്യമേ ഉണ്ട്. അങ്ങനെയാണ് കുട്ടിയുടെ വളർച്ച. അപ്പൊ കുട്ടിയുടെ കാഴ്ച പിന്നീട് ഏറ്റവും ഷാർപ്പായിട്ട് വരുന്നു. കണ്ടുകൊണ്ട് കുട്ടി കുറെ കാര്യങ്ങൾ പഠിക്കുന്നു. അപ്പൊ കുട്ടി ആദ്യം കാണുന്നത് വീട്ടിനകത്ത് ഉമ്മയെയും ഉപ്പയുമാണ്. അപ്പൊ കുട്ടിക്ക് കിട്ടേണ്ട നല്ലൊരു റോൾ മോഡലാണ്, മോഡലിംഗ്. ഇൽമിലേക്കൊക്കെ കുട്ടി എത്തുന്നത് എവിടെയാണ്? വളരെ കഴിഞ്ഞ്. പിന്നെയാണ് അറിവിലേക്ക് കുട്ടി എത്തുന്നത്. ഒരു കാര്യം അറിഞ്ഞ് മനസ്സിലാക്കിയെടുക്കുന്നതൊക്കെ പിന്നെയാണ്. അപ്പൊ സ്കൂൾ തുറക്കുന്ന ഈ ഒരു ദിവസം പല ആൾക്കാരുടെയും രക്ഷിതാക്കളുടെയൊക്കെ മനസ്സിലുണ്ടാവും, എൻ്റെ കുട്ടി നന്നാവണം, അതിനെന്ത് ചെയ്യണം, ഓനൊന്ന് മദ്രസയിൽ സ്കൂളിലൊക്കെ പോണ സമയമാവട്ടെ, അപ്പോത്തിന് അവനക്ക് റെഡി ആകുമ്പോൾ നന്നായിക്കോളും, അതുവരെ ഒന്നും നോക്കണ്ട, അതുവരെ അങ്ങനെ പോട്ടെ. പക്ഷെ വലിയൊരു അബദ്ധമാണ് അവിടെ ചെയ്യുന്നത്. ഒരു 2 വയസ്സുള്ള കുട്ടി എന്തൊക്കെ ചെയ്യും? 2 വയസ്സുള്ള കുട്ടി നമ്മൾ പറയുന്നതും ചെയ്യുന്നതും നോക്കിക്കൊണ്ടേയിരിക്കും, ഒന്നും പ്രതികരിക്കൂല. നിങ്ങൾ എന്തിനെങ്ങനെ ചെയ്തു എന്ന് ചോദിക്കൂല, നിങ്ങൾ എന്തിനെങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കൂല, എല്ലാം കോപ്പിങ് ആണ്. കുട്ടിയുടെ കൾച്ചർ ഈ കുട്ടി കണ്ട് 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 പഠിച്ച് അവസാനം LKG UKG 1 2 കൊണ്ടുപോയി ചേർക്കുമ്പോൾ അപ്പോഴേക്കും ഒരു വലിയ കുട്ടിയുടെ സ്വഭാവത്തിന്റെ വലിയൊരു മോഡലിംഗ് വീട്ടിനകത്ത് നിന്ന് ഉമ്മയിൽ നിന്ന് ഉപ്പയിൽ നിന്ന് കുട്ടി കുറേ എടുത്തു വെച്ചിട്ടുണ്ടാവും. ഇത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ തെർബിയത്ത് എന്ന് പറയുന്നത് നല്ലൊരു മാതൃക, നല്ലൊരു ചിട്ട, നല്ലൊരു ഒരു കൾച്ചർ, അത് കുട്ടിക്ക് കണ്ട് പഠിക്കാൻ എത്തണം. നോക്കൂ, നിങ്ങളൊരു സംഭവം, മഹാനായ അത് വളരെ മാതൃകയായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. തൻ്റെ ഒരു മാതാവ് തൻ്റെ മകനെ ഉസ്താദിൻ്റെ അരികിലേക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞേക്കാണ്. ഈ സമയത്ത് ഉമ്മ കുട്ടിക്ക് കൊടുക്കുന്ന വലിയൊരു ഉപദേശമുണ്ട്. ഇമാം മാലിക് റഹ്മഹുല്ലാ, ഇമാം മാലിക്കിന്റെ ഉമ്മ റബിയ എന്ന വലിയ ഉസ്താദിന്റെ അരികിലേക്ക് പറഞ്ഞേക്കുമ്പോൾ ഇമാം മാലിക്കിന് ഉമ്മ കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ട്. എന്താണോ? ഇദ്ഹബ് ഇലാ റബിയ ഫതഅല്ലം മിൻ അദബിഹി ഖബ്ല ഇൽമിഹി. നീ മോനെ റബിയയുടെ അരികിലേക്ക് നീ ചെന്നിട്ട് നീ ആദ്യം തന്നെ അവിടെ നിന്ന് ഇൽമ് പഠിക്കാനല്ല നോക്കണ്ടേ. നീ എന്ത് ചെയ്യണം? ഫതഅല്ലം മിൻ അദബിഹി, ആ റബിയയുടെ അദബ് നീ പഠിക്കണം. അദ്ദേഹത്തിന്റെ സ്വഭാവത്തെ നീ ആദ്യം പഠിക്കണം. ഖബ്ല ഇൽമി, ഇൽമിന്റെ മുമ്പ് നിനക്ക് ആ അദബ് കിട്ടണം. അതുകൊണ്ട് ഇമാം ബുഖാരി
പല സ്ഥലത്തും അധ്യായത്തിൽ കാണാൻ പറ്റും. ബാബുൽ അദബ് ഖബ്ലൽ ഇൽം, അറിവിന് മുമ്പുള്ള അദബ് എന്ന് പറയും. അപ്പൊ ആ അറിവിന്റെ മുന്നേ നമ്മൾക്ക് ആ അദബ് ഏറ്റവും അതിന്റെ അടിസ്ഥാന പാഠം കിട്ടേണ്ടത് നമ്മുടെ വീട്ടിൽ നിന്നാണ്. അപ്പൊ അതില് ഒരു കുട്ടിക്ക് അദബ് എന്തൊക്കെ കിട്ടിയിരിക്കണം? കുട്ടി ഓരോന്ന് കാണുന്നത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം വീട്ടിനകത്ത് നിന്ന് ആളുകളുമായിട്ട്. കുട്ടിയുടെ ഒരു കോൺഫിഡൻസ് ഉണ്ട്, ആത്മവിശ്വാസം ഉണ്ട്. 2-3 വയസ്സായ ഒരു കുട്ടിനോട് നിങ്ങളും ചോദിച്ചു നോക്കി, അത് എടുക്കുമോ ചോദിച്ചാൽ ഓൻ എന്തിനും റെഡിയാണ്. എല്ലാറ്റിനും റെഡി ആയിട്ടുള്ളൊരു കുട്ടിയാണ് നമ്മളെ മുമ്പിൽ കിട്ടുന്നത്. പതിയെ പതിയെ നമ്മൾ ആ കുട്ടീനെ ഒന്നിനും തയ്യാറില്ലാത്തൊരു കുട്ടിയാക്കിയിട്ട് നമ്മൾ മാറ്റുകയാണ്. അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല, എല്ലാം റിജക്ഷൻ കൊടുത്തിട്ട് പ്രോത്സാഹനങ്ങൾ കൊണ്ട് വളരേണ്ട കുട്ടിയാണ്. നോക്കൂ, നമ്മളിവിടെ സമ്മാനം കൊണ്ട് നോക്കുകയാണ്. ഈ സമ്മാനമൊക്കെ ഒരു കുട്ടിക്ക് വളരെ, ആ കുട്ടിയുടെ ലൈഫിൽ ഏറ്റവും മറക്കാൻ പറ്റാത്ത ഒന്നായിരിക്കും. അതുകൊണ്ടിപ്പം SLC പരീക്ഷയ്ക്ക് നമ്മളിവിടെ കുട്ടികളൊക്കെ രക്ഷിതാക്കളൊക്കെ ഇവിടെ ഉണ്ടാവും. വളരെ അഭിനന്ദനാർഹമായിട്ടുള്ള കാര്യം. കുട്ടികൾക്കത് വലിയൊരു മോട്ടിവേഷനാണ്. അവരുടെ ലൈഫിൽ അവർക്കത് കിട്ടേണ്ടടുത്തുനിന്ന് കിട്ടണം, അല്ലേ? അപ്പം അത് ആ ഒരു കൾച്ചറിലൂടെ കുട്ടി ആ ഒരു അന്തരീക്ഷത്തിലൂടെ കുട്ടി വളരുമ്പോൾ ആ കുട്ടിക്ക് ഒരു അംഗീകാരം കൊടുക്കുന്നു. പക്ഷേ ഈ അംഗീകാരങ്ങളൊക്കെ ഞാൻ പറഞ്ഞത് ഇതിൻ്റെയൊക്കെ അർഹിക്കുന്ന ഗൗരവത്തോടു കൂടി നമ്മൾ മനസ്സിലായി. ഇതിൻ്റെയൊക്കെ മുന്നേ തന്നെ കുട്ടിക്ക് ആദ്യ അംഗീകാരങ്ങളും സമ്മാനങ്ങളും പ്രോത്സാഹനങ്ങളും നമ്മുടെ ഉമ്മയുടെയും ഉപ്പയുടെയും വീട്ടിനകത്തുനിന്നൊരു കുട്ടിക്ക് ഉമ്മയുടെയും ഉപ്പയുടെയും കയ്യിൽ നിന്ന് കിട്ടിയിരിക്കണം. അതെങ്ങനെ കിട്ടേണ്ടത്? ഓരോന്നിനും അർഹിക്കുന്ന രൂപത്തിലുള്ള പരിഗണന കുട്ടികൾക്ക് ലഭിച്ചിരിക്കണം. ഇപ്പൊ ചെറിയ കുട്ടിയാണെങ്കിൽ ആ ചെറിയ കുട്ടി ഓരോ കാര്യം ചെയ്യാനുള്ള അങ്ങേയറ്റത്തെ ത്വര ഉണ്ടാവും. ഇത് കുട്ടിയെ ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കിയിട്ട് കുട്ടിയെ ചിലതൊക്കെ ചെയ്യാൻ അനുവദിക്കുക. അങ്ങനെ കുട്ടിയുടെ ഒരു ആത്മവിശ്വാസം വളർന്ന് ആ ഒരു ലെവലിൽ ആ കുട്ടി അവിടെ കാണുന്നുണ്ട്, എങ്ങനെ പെരുമാറുന്നു പഠിക്കുന്നുണ്ട്. സലാം പറയുന്ന കാര്യങ്ങളൊക്കെ കുട്ടിന് ചൊല്ലി പഠിപ്പിക്കലല്ല, ഉമ്മയിൽ നിന്ന് ഉപ്പയിൽ നിന്ന് കുട്ടി പഠിക്കുന്നുണ്ട്. വിരുന്നുകാർ വീട്ടിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് അവരെ സ്വീകരിക്കുന്നതെന്ന് ഉമ്മനുപ്പനും കണ്ട് കുട്ടി പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരാൾ യാത്ര ചെയ്യണം എങ്ങനെയെന്ന് കുട്ടി പഠിക്കുന്നുണ്ട്. അയൽവാസികളോട് പെരുമാറേണ്ടത് എങ്ങനെ പഠിക്കുന്നുണ്ട്. പരസ്പരം എങ്ങനെ സംസാരിക്കണമെന്ന് ഉമ്മയിൽ നിന്നും ഉപ്പയിൽ നിന്നും കേട്ട് കുട്ടി പഠിക്കുന്നുണ്ട്. എങ്ങനെ ഒരാളെ റെസ്പെക്ട് ചെയ്യണമെന്ന് കുട്ടിയെ എന്ത് ചെയ്യുന്നുണ്ട്? 2-3 വയസ്സ് 4 വയസ്സായ കുട്ടിയെ ഉമ്മ ഇപ്പം റെസ്പെക്ട് ചെയ്യുന്നത് എങ്ങനെയാണോ കുട്ടിക്ക് കിട്ടിയത് അത് തന്നെയാണ് കുട്ടി തിരിച്ചു കൊടുക്കുന്നത്. കുട്ടിയുടെ ദേഷ്യം വരുമ്പോൾ എങ്ങനെയാണ് ദേഷ്യത്തെ കൈകാര്യം ചെയ്യേണ്ടതെന്ന് കുട്ടി പഠിക്കുന്നുണ്ട്. കാരണം ദേഷ്യം വരുമ്പോൾ ഉപ്പ എന്താ ചെയ്യുന്നത്, ഉമ്മ എന്താ ചെയ്യുന്നത്, അത് കുട്ടി നോക്കുന്നുണ്ട്. ഉമ്മ ഇപ്പം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കുട്ടി നമ്മളെ അടുത്തുണ്ടാവും, പക്ഷേ കുറച്ച് തൊട്ടപ്പുറത്തായിരിക്കാം, അടുത്തുണ്ടായിക്കൊള്ളുന്നുണ്ടാവില്ല. പക്ഷേ നമ്മുടെ സംസാരത്തെ കുട്ടി കാതുകൂർപ്പിച്ച് കേൾക്കുന്നുണ്ട്. ഇനി അടുത്തുണ്ടെങ്കിൽ അവനെ വേറെ എന്തോ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ കുട്ടിയുടെ കണ്ണും കാതും നമ്മളെടുത്ത് തന്നെ നോക്കിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്തേ പറഞ്ഞെന്ന് ചോദിക്കും. അപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓനോ മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ അത്രയധികം അതെന്തിനാ പടച്ചു നിശ്ചയിച്ച്? ഈ ഒരു കാലമാണ്, കുട്ടിയുടെ ബാല്യമാണ് ഒരു മനുഷ്യന്റെ വ്യക്തിത്വത്തിന്റെ അടിത്തറ, അടിവേര് അവിടെയാണ് കിടക്കുന്നത്. അന്നാണ് ബ്രെയിനിലേക്ക് ആദ്യമായിട്ട് ഓരോ കാര്യങ്ങളും കുട്ടി ഇങ്ങനെ തൊട്ടും അറിഞ്ഞും പഠിച്ച് അതവിടെ സ്റ്റോർ ചെയ്യപ്പെടുകയാണ്. അതുകൊണ്ടായിരിക്കും നമുക്കൊക്കെ പലപ്പോഴും ഓർമ്മ ഉണ്ടാവും, ജൂൺ 1 എന്ന് പറയുമ്പോൾ നമ്മളെ കുട്ടീനെ സ്കൂളിലേക്ക് പോകുമ്പോൾ പറഞ്ഞേക്കുമ്പോൾ നമ്മുടെയൊക്കെ ഓർമ്മകൾ ഇങ്ങനെ ഉണരും. കാരണം എന്താണ്? ആ വാക്കുകൾ അല്ലെങ്കിൽ ആ കാഴ്ചകൾ നമ്മളെ കണക്ട് ചെയ്യപ്പെടാൻ നമ്മളെ ബാല്യത്തിലേക്ക്. ആ ബാല്യത്തിനിടയിൽ എത്ര കാര്യങ്ങൾ കടന്നുപോയി, പക്ഷെ അതൊന്നും ഓർമ്മയില്ല. പക്ഷെ ആ തുടക്കത്തിൽ ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം, നമ്മൾ വെറുതെ ആണല്ല പറയണത്. ചെറുപ്പത്തിൽ അത് അത്രയധികം അത് അവിടെ സ്റ്റോർ ചെയ്യപ്പെടുകയാണ്. അവിടെ എന്ത് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടോ അതാണ് കുട്ടിയുടെ അടിസ്ഥാന സ്വഭാവം. അതാണ് കുട്ടിയുടെ, അവിടെ നിന്നാണ് കുട്ടി ഓരോന്ന് പിന്നെ അതിൻ്റെ മീതെ ചേർത്ത് വെച്ചിട്ടാണ് ഓരോന്ന് പഠിക്കുന്നത്. പിന്നെ കുട്ടി കണക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കുട്ടിയുടെ ആ അനുഭവങ്ങളിൽ നിന്നാണ്. അതിൻ്റെ പോസിറ്റീവ്നെസ് അത് വീട്ടിൽ നിന്ന് കിട്ടിയത്. പിന്നെ ഈ കുട്ടിയെ നമ്മൾ പറഞ്ഞേക്കുന്നത് ഇതൊക്കെ പറഞ്ഞേച്ചിട്ട് കുട്ടീനെ നമ്മൾ എന്ത് ചെയ്യാണ്? ആ നല്ലൊരു കൾച്ചറൊക്കെ കൊടുത്തിട്ട് അവസാനം കുട്ടീനെ നമ്മൾ സ്കൂളിലേക്ക് ചേർക്കുന്നു. ആ സ്കൂളിലേക്ക് ചേർക്കുമ്പോൾ കുട്ടി പഠിക്കുന്നത് എന്താണ്? സ്കൂളിൽ എന്താണ് കുട്ടി പഠിക്കുന്നത്? കുട്ടി ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ കുട്ടി പഠിക്കുന്നത്. പഠനം എന്ന് പറയുന്നത് ഒരു മനുഷ്യന് സാധാരണഗതിയിൽ കേൾക്കാനും കാണാനും പഠിക്കുക എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ടുള്ളൊരു സംഗതിയാണ്. അത് ജനിക്കുമ്പോൾ എല്ലാവർക്കും കാഴ്ചയുണ്ടോ കേൾവിയുണ്ടോ ഈസി ആയിട്ടോ ഒന്നിങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഒരു കാര്യങ്ങൾ പഠിക്കുന്ന ആൾക്കാരുണ്ടാവും, കേട്ടിട്ട് പഠിക്കുന്ന ആൾക്കാരുണ്ടാവും.
പക്ഷെ കേട്ടും കണ്ടും പഠിക്കാനല്ലല്ലോ സ്കൂളിൽ വെച്ച് ആദ്യം വെച്ച് തുടങ്ങുന്നുണ്ട്. അവിടെ വേറൊരു കാര്യം കൂടി നടക്കുന്നുണ്ട്. അത് കുറച്ച് ഇടങ്ങേറുള്ള പണിയാണ്, കുറച്ച് പ്രയാസമുള്ള പണി. അതാണ് എഴുതി പഠിക്കുക, എഴുതിയത് വായിക്കുക എന്ന് പറയും. ഇത് മനുഷ്യന് മാത്രമുള്ളൊരു സവിശേഷതയാണ്. അതിന് വളരെ ഈസി ആയിട്ടുള്ളൊരു സംഗതി അല്ല അത്. അക്ഷരങ്ങളെ മനസ്സിലാക്കി എഴുതി പഠിക്കുക. അപ്പൊ ആ കുട്ടിയുടെ ഇമോഷൻ, കുട്ടിയുടെ വൈകാരിക തലം, ഇതെല്ലാം തലച്ചോറുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് തന്നെ പഠിക്കുന്നിടത്ത് കുട്ടിക്ക് എന്ത് ചെയ്യണം, അങ്ങനെ ഒരു അന്തരീക്ഷം കിട്ടിയിരിക്കണം. അപ്പോഴാണ് കുട്ടിയുടെ അതിൽ പല പ്രശ്നങ്ങൾ കുട്ടികളിൽ ഉണ്ടായേക്കാം. ഓരോ കുട്ടിയുടെയും തലച്ചോറിനനുസരിച്ച് കുട്ടിക്ക് എഴുതാനുള്ളതിൻ്റെ, കുട്ടിയുടെ ഫൈൻ മോട്ടോർ സ്കില്ലുകൾ, അതൊക്കെ നേരത്തെ കുട്ടി ചെയ്ത് ഇതിനു വേണ്ടി പ്രാപ്തമാകിയിരുന്നു. പക്ഷെ നമ്മൾ പലതും തടഞ്ഞു വെച്ചു. ഇതെടുക്കണ്ട. അപ്പൊ കുട്ടിയുടെ ഈ കൈയിൻ്റെ ചലനങ്ങളുടെ ഈ കാര്യങ്ങളൊക്കെ പലതും ബാക്കിലാണ്. ആ കുട്ടിക്ക് എഴുതുന്നിടത്ത് പ്രശ്നങ്ങൾ വരും. ഈ എഴുതുന്ന പ്രശ്നം വരുന്നൊരു കുട്ടി കുറേ കഴിഞ്ഞിട്ട് അവസാനം എന്ത് ചെയ്യും, നമ്മളെ മുമ്പിൽ വന്നിട്ട് ഒന്നിലും രണ്ടിലേറ്റ് ഇത് ഐഡന്റിഫൈ ചെയ്യാതെ പോകുമ്പോൾ പാരന്റ് വന്നിട്ട് കുട്ടീനെ കുറ്റപ്പെടുത്തും. എനിക്ക് ഇപ്പോഴും എഴുതാനായിട്ടില്ലല്ലേ, ഓൻ ഇപ്പോഴും വായിച്ച് പഠിക്കാനായിട്ടില്ല. ചിലപ്പോൾ ചില കുട്ടികൾക്ക് അവരുടെ ബ്രെയിനിൽ തന്നെ ഓട്ടോമാറ്റിക് ജന്മനാ തന്നെ ചില പ്രശ്നങ്ങൾ ഉണ്ടാവും. അതെന്താണ്, വായനയിൽ ചില വൈകല്യങ്ങളുള്ള കുട്ടികളുണ്ടാവും. കാരണം കണ്ണുകളിൽ അക്ഷരങ്ങൾ മാറിപ്പോകുന്ന പ്രശ്നം. ഇതൊന്നും രക്ഷിതാക്കൾക്ക് അറിയില്ല. പക്ഷെ ആ അറിവില്ലായ്മ കൊണ്ട് തന്നെ കുറ്റപ്പെടുത്തലുകൾ വരും. ചില കുട്ടികൾക്ക് കണക്ക് കൂട്ടുന്നതിന് ഓരോ പേരുകളാണ് പറയുന്നത്, അത് പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പം അതിൻ്റെ പേരിൽ കുറ്റപ്പെടുത്തലുകൾ വരും. ചില കുട്ടികൾ ഗർഭസ്ഥ ശിശുവായിരിക്കുന്ന സമയത്ത് ഉമ്മ അനുഭവിച്ചിട്ടുള്ള മാനസിക സംഘർഷങ്ങളുടെയും സാഹചര്യങ്ങളുടെയും പ്രതിഫലമായി കൊണ്ട് കുട്ടിയുടെ വൈകാരിക തലത്തിലും കുട്ടിയുടെ ബുദ്ധി തലത്തിലും ചില പ്രശ്നങ്ങൾ സംഭവിച്ചേക്കാം. പ്രസവവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ചിലപ്പോൾ കുട്ടികളിൽ ഉണ്ടായേക്കാം. ഇതൊക്കെ കുട്ടിയുടെ തലച്ചോറിനെ ബാധിച്ചിട്ടുണ്ടായേക്കാം. ചെറിയ രൂപത്തിലുള്ളതൊക്കെ ആണെങ്കിൽ പഠനത്തിന് നോർമൽ ആയിട്ടുള്ള ഒരു കുട്ടിക്ക് ഓരോ കുട്ടിക്കും ഒരേ ബുദ്ധി കൊടുക്കൂല. ഓരോരുത്തർക്കും IQ-ല് വ്യത്യാസം ഉണ്ടാവും, കുട്ടിയുടെ ബുദ്ധിയിൽ വ്യത്യാസം ഉണ്ടാവും. ഇതൊന്നും മനസ്സിലാക്കാതെ നമുക്ക് വളരുന്ന ഓരോ 2-3 കുട്ടിയാണെങ്കിൽ പാരൻസ് എന്താ വിചാരിക്കുക, എൻ്റെ കുട്ടികളെ എല്ലാവരും എന്ത് ചെയ്യണം, എല്ലാവരും ഉഷാറായി വേണം. ഒന്നിനെ കാണുമ്പോൾ മറ്റോനും അതേപോലെ തന്നെ എല്ലാവരും ഒരേ കണ്ണിലിങ്ങനെ കണ്ടിട്ട് അതേപോലെ ആവണം നമ്മൾ ആഗ്രഹിക്കും. പക്ഷെ ഈ കുട്ടിയുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാതെ വരുമ്പോൾ കുട്ടിയെ കുറ്റപ്പെടുത്തൽ വരും. അത് സ്കൂളിൽ ചേർത്തിയിട്ട് 1-ാം ക്ലാസ്സിൽ 2-ാം ക്ലാസ്സിൽ എത്തുമ്പോഴേക്ക് തന്നെ കുട്ടിക്ക് ചിലപ്പോൾ ചെറിയ സ്ലോ ലേണർ ആയിരിക്കും കുട്ടി. അപ്പോൾ പാരൻസിൻ്റെ ടീച്ചേഴ്സിൻ്റെ മുമ്പിൽ പോയിട്ട് പറയും, ഇവന് വളരെ മോശമാണ്, പഠനമൊന്നും ആയിട്ടില്ല, അവൻ ഇപ്പോൾ എഴുതാനോ അറിയില്ല, വായിക്കാനോ അറിയില്ല. കുറ്റപ്പെടുത്തലുകൾ കേട്ടുകൊണ്ടേയിരിക്കുന്ന കുട്ടി ചിലപ്പോൾ 3-ലും 4-ലും പല കാരണങ്ങൾ, പല പ്രശ്നങ്ങളായിരിക്കാം. ഇതൊന്നും അറിയാതെ നേരെ എല്ലാവരെ പോലെ ഒറ്റടിക്കേണ്ട കുട്ടിയാണെന്ന് അവനവൻ്റെ കുട്ടി എന്തെന്ന് ഓരോ രക്ഷിതാവും പഠിച്ചിരിക്കണം. നിങ്ങൾക്കറിയോ നിങ്ങളെ ഓരോ കുട്ടിക്കുള്ള സ്കില്ല് എന്തായിരുന്നു എന്നുള്ളത്? അതെപ്പോഴാണ് അറിയാം? അത് പിന്നെ അത് അങ്ങനെ വിട്ടങ്ങനെ പോയിട്ട് ഒരു 8, 9, 10 കഴിഞ്ഞോ സ്വന്തമായിട്ട് പലതും ഐഡന്റിഫൈ ചെയ്ത് വരുമ്പോൾ അങ്ങനെയൊക്കെ ഒരു കഴിവാനുണ്ടേനോ എന്ന് തിരിച്ചറിയുന്നത് പിന്നെ രക്ഷിതാവത്തിൽ. കാരണം ആ കുട്ടിയുടെ കഴിവിന് ആദ്യം മനസ്സിലാക്കേണ്ട ആരാ? ആ ഉമ്മയും വാപ്പയാണ്. പക്ഷേ ഉമ്മാക്കും വാപ്പാക്കും കുട്ടീനെ ഒബ്സർവ് ചെയ്യാൻ കഴിയണില്ല, ശ്രദ്ധിക്കാൻ പറ്റണില്ല. അതിനാണ് എന്ത് ചെയ്യണത്, 4-5 വയസ്സാകുമ്പോൾ പിന്നെ അവിടെ LKG-യിൽ UKG-യിൽ പിന്നെ ഓല് നോക്കിക്കോളും. പിന്നെ അവിടെ നിന്ന് പഠിക്ക് എന്ന് പറയാന്നുള്ള ഇങ്ങനെ ഒരു നമ്മൾ ചിലതാണ് പ്രോഗ്രാം ചെയ്ത് വെച്ചതാണ് ബ്രെയിനിൽ. അതിനനുസരിച്ച് എല്ലാം ആവണം തീരുമാനിക്കണം. അവിടെ കുട്ടിയുടെ മനസ്സ് നോക്കുന്നില്ല, കുട്ടിയുടെ ബുദ്ധിപരമായ കഴിവുകളോ കാര്യങ്ങളോ ശ്രദ്ധിക്കുന്നില്ല. ഇതൊന്നുമില്ലാതെ നമ്മൾ ചില കാര്യങ്ങൾ തീരുമാനിച്ച് സംസാരിക്കുമ്പോൾ അത് കുട്ടി മാനസികമായി വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പോൾ ഈ കുട്ടികൾ അനുഭവിക്കുന്ന പല പഠനങ്ങളും പറയുന്നത് ലോകത്ത് കുട്ടികൾ അനുഭവിക്കുന്ന സ്ട്രെസ് എന്താണോ, സ്കൂളിലേക്ക് വിടുന്നതുമായി ബന്ധപ്പെട്ട സ്ട്രെസ്സാണ് കുട്ടികൾ അനുഭവിക്കുന്നത്. അത് ആരോടാ കുട്ടികൾ പറയാം? രക്ഷിതാവിനോട് പറയാൻ പറ്റുമോ? പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ പോയിട്ടില്ല, കുട്ടി സ്കൂളിൽ പോകണില്ല. കുട്ടി സ്കൂളിൽ പോകാൻ ചിലപ്പോൾ പല കാരണങ്ങളുണ്ടാവും. കാരണം സ്കൂളിൽ ടീച്ചർ ഒരു കാരണമായിരിക്കാം. ആദ്യത്തെ 2 ദിവസം കുട്ടിക്ക് പ്രശ്നം ഉണ്ടാവില്ല, ടീച്ചർ വലിയൊരു പ്രശ്നക്കാരനായി ഉണ്ടാവും. കാരണം എന്താ, ടീച്ചർ ഈ കുട്ടീനെ ഒന്നെങ്കിൽ പരിഗണിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ടീച്ചർ ഒന്ന് കയർത്ത് നോക്കിയിട്ടുണ്ടാവും. ഇന്നത്തെ പ്രത്യേകിച്ച് നമ്മൾ ആ ഒരു കാലഘട്ടത്തിലുള്ള കുട്ടിയല്ല, ഇന്നത്തെ കുട്ടിയാണ് വളരെ സെൻസിറ്റീവായിട്ടുള്ള കുട്ടികളാണ്. അപ്പോൾ പിന്നെ അതുമല്ല, കുട്ടികൾ ഈ ഫോണ് കണ്ട് നമ്മളെ കയ്യിൽ നിന്ന് കുട്ടി മറ്റുള്ള മുലപ്പാല് കുടിക്കുന്ന പ്രായം കഴിഞ്ഞ് എന്തെങ്കിലും തിന്നാൻ കൊടുക്കുന്ന പ്രായമാകുമ്പോഴേക്ക് തന്നെ കുട്ടി കാണുന്നത് സ്ക്രീനാണ്. ഈ സ്ക്രീനിലൂടെ കണ്ട അറ്റൻഷൻ നഷ്ടപ്പെട്ട കുട്ടിയാണ് സ്കൂളിൽ പോയിരിക്കുന്നത്. എന്നിട്ട് ആ കുട്ടീനെയാണ് ടീച്ചർ 1 പീരീഡ് കൊണ്ട് 2 പീരീഡ് കൊണ്ട് കുട്ടിയുടെ ഉഷാറാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് 1 കൊല്ലം കൊണ്ട്.
അപ്പോൾ ആ കുട്ടി ടീച്ചറും ചിലപ്പോൾ കുട്ടിയെ 10-40 കുട്ടികളെങ്കിലും 30-35-40 കുട്ടികൾക്കിടയിൽ എന്നൊരു ടീച്ചർക്ക് കുട്ടിനെ പരിഗണിക്കാൻ പറ്റാതെ പോകുമ്പോൾ ആ കുട്ടിക്ക് അവിടെ എന്തോ ഒരു ഡിസ്കംഫേർട്ട് ഉണ്ടാവും, എന്തോ ഒരു പ്രയാസം ഉണ്ടാവും. അപ്പോൾ ഞാനവിടെ പോകണില്ല എന്ന് കുട്ടിക്ക് തോന്നും. അല്ലെങ്കിൽ അവിടെ വണ്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കാം. അങ്ങനെ പലതും കുട്ടിയെ സ്വാധീനിക്കുന്നുണ്ട്. ഇതൊന്നും മനസ്സിലാക്കാതെ നമ്മൾ കുട്ടി പോകണില്ല എന്നും സ്കൂളിൽ പോകണില്ല എന്നോ അല്ലെങ്കിൽ മടി എന്തെങ്കിലും കാണിക്കുന്നുണ്ടെങ്കിൽ ഒറ്റയടിക്ക് നമ്മൾ കയർത്തിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, കുട്ടിനെ നിർബന്ധിപ്പിക്കരുത്. അവിടെ എന്തോ പ്രശ്നങ്ങൾ അവിടെ ഉണ്ട് കുട്ടിക്ക്. അപ്പോൾ ആ പ്രശ്നങ്ങൾ മനസ്സിലാക്കേണ്ട, അതൊക്കെ അങ്ങനെ ആ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആ ഒരു പഴയ ഒരു ഇതിൽ നമ്മളൊരു കാര്യത്തെയും ചിന്തിക്കാൻ പാടില്ല. അപ്പോൾ ഇതിലുള്ള ആൾക്കാർ പറഞ്ഞാൽ സ്വന്തം രക്ഷിതാക്കളായി സ്വന്തം മക്കളുണ്ടാവും, മക്കളുടെ ആൾക്കാരൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ മക്കളൊക്കെ വിദേശത്തായിരിക്കാം, വല്യമാനും വല്യപ്പേനെയൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടാവുക. അവിടെ വേറൊരു പ്രശ്നം സംഭവിക്കുന്നുണ്ട്. എൻ്റെ കുട്ടിക്കും ഏതായാലും ഞാനൊന്ന് സ്നേഹം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് എന്ത് ചെയ്യും, വല്യമ്മയും വല്യപ്പൻ്റെയും കുട്ടിക്ക് ഫോണല്ല എന്താണെങ്കിലും കൊടുക്കുക എന്നുള്ള രൂപത്തിലാവും. അതുകൊണ്ട് ഓന് എന്ത് കാര്യത്തിലാണെങ്കിലും ഓക്കെ എന്നുള്ളത് അത് പിന്നെ വേറൊരു തലമാണ്. അപ്പോൾ അവിടെ ഇതൊക്കെ നമ്മൾ ശരിക്കും സ്കൂളിലേക്ക് കുട്ടികളെ പറഞ്ഞേക്കണം. ഇതൊരു ചടങ്ങായിട്ട് പറഞ്ഞേക്കണമല്ല, അത് ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മൾ സ്കൂളിലേക്ക് കുട്ടികളെ പറഞ്ഞേക്കണം, നമുക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം എന്താണ്? യൂറോപ്യൻസ് ആണ് ശരിക്കും ഭൗതികമായിട്ടുള്ള ഒരു പഠനം, പിന്നെ ഓരോ മതങ്ങളും ആ മതത്തിന്റെ ഒരു പഠനം, ഇങ്ങനെ രണ്ട് ഡിവൈഡ് ചെയ്തത് യൂറോപ്യൻസ് ആണ്. ഇമാം ഷാഫി, അദ്ദേഹത്തിന്റെ ഹിസ്റ്ററി പഠിച്ചു നോക്കും നിങ്ങൾ. അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ഹലാലും ഹറാമും ഞാൻ പഠിച്ചതിന് ശേഷം അതാണ് എൻ്റെ ഫസ്റ്റ്, എൻ്റെ ഇൽമിൻ്റെ ആദ്യം ഹലാലും ഹറാമും എന്താന്ന്. കാരണം അതാണ് രക്ഷപ്പെടാനുള്ള വഴി. അത് മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ അറിഞ്ഞ ഏറ്റവും എനിക്ക് ഉപകാരപ്പെട്ടത് തിബ്ബായിരുന്നു. തിബ് എന്ന് പറഞ്ഞാൽ മെഡിക്കൽ സയൻസ്, വൈദ്യശാസ്ത്രം. അദ്ദേഹം വൈദ്യശാസ്ത്രം ഏറ്റവും നന്നായി പഠിച്ചിട്ടുള്ള ആളായിരുന്നു ഇമാം ഷാഫി. ഇമാം ഷാഫി മാത്രമല്ല, ഇബ്നു സീന, അവിസന്ന എന്നൊക്കെ പറയപ്പെടുന്ന നമ്മുടെ പൂർവികരായിട്ടുള്ള ആളുകൾ അവരുടെ ഹിസ്റ്ററി എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ലോകത്ത് ഓരോ വൈജ്ഞാനിക ശാഖക്കും അതിൻ്റെ വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ളത് ആരൊക്കെയാണ്? മുസ്ലിം സ്കോളേഴ്സുകളാണ്. അവർ ഈ പറഞ്ഞ നോളജുകളൊക്കെ അവർ നേടിയിട്ടുണ്ട്. അവരിങ്ങനെ ഇത് വേറെ, ഖുർആനിന്റെ പഠനം വേറെ, മറ്റത് വേറെ എന്ന് വേർതിരിച്ചിട്ടില്ല. കാരണം എന്താണോ, ഇത് പരസ്പരം പൂരകമായിട്ട് പോകേണ്ട കാര്യമാണ്. അതാണ് ആ കുട്ടിയിലേക്ക് നോളജ്. ഞാൻ സ്കൂളിലേക്ക് പോകുന്ന പഠനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്ക് എന്തിനുള്ളതാണ്? എനിക്ക് മാർക്കിന് മാത്രമുള്ളതാണ്. ആ മാർക്ക് കിട്ടുമ്പോൾ അങ്ങനെ ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ് മാർക്ക് എങ്ങനെയെങ്കിലും എനിക്ക് നേടണം. മാർക്ക് നേടിയിട്ട് എനിക്ക് ഫുൾ A+, മാർക്ക്, ഇതാണ് ചിന്ത. അങ്ങനെ അത് നേടിയിട്ട് എനിക്ക് എന്തെങ്കിലും ജോലി ആയിട്ടുള്ളത്. പിന്നെ ബാക്കിയുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലെ മുസ്ലിം ആയതുകൊണ്ട് ഖുർആൻ പഠിച്ചിട്ടില്ലെങ്കിൽ ആൾക്കാർ മോശമെന്ന് പറയില്ലേ? അപ്പൊ അതിന് പഠിക്കാനുള്ളതാണ് ഖുർആൻ. അത് മദ്രസയിൽ പോകുമ്പോൾ പഠിക്കാനുള്ളത്. ഇങ്ങനെ കുട്ടികളുടെ ഉള്ളിൽ തന്നെ ഇങ്ങനെ ഒരു സെപ്പറേഷൻ ഉണ്ട്. ശരിക്കൊരു കുട്ടിയുടെ ഉള്ളിൽ ഈ പ്രപഞ്ചത്തെ മൊത്തമായിട്ട് കുട്ടി കാണുകയാണ്. എന്നെ സൃഷ്ടിച്ചൊരു റബ്ബുണ്ട് എന്നറിയാണ്. ആ കുട്ടിക്ക് ഓരോന്നിനെയും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നു, ഓരോന്നിനെ കണക്ട് ചെയ്യിപ്പിക്കുക. ഒരു കുട്ടി പൂമ്പാറ്റയെ കുറിച്ച് അല്ലെങ്കിൽ ഒരു കുട്ടി സിന്തറ്റിക്കിനെ കുറിച്ച് പഠിക്കുകയാണ്. ഫോട്ടോസിന്തസിസ്, അത് ഇവിടുത്തെ പ്രകാശ സംശ്ലേഷണം എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പോൾ അതിങ്ങനെ അറിയുമ്പോൾ ഒരു ചെടിയെ കുറിച്ച് EVS പഠിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടിയിലേക്ക് എങ്ങനെയാണ് പടച്ചോനിലേക്ക് എത്തിക്കാൻ പറ്റുക? ഇതാരാ ഉണ്ടാക്കിയത്? ഇത് പടച്ചോനാണ് ഉണ്ടാക്കിയത്. എങ്ങനെയാണ് മഴ പെയ്യുന്നത്? ഫോൺ കുട്ടി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കുട്ടി സയൻസിന്റെ ഭാഗമായിട്ട് പഠിക്കുന്നുണ്ട്. മേഘങ്ങൾ മുകളിലേക്ക് ഉയർന്നു പോകുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു ചാക്രിക ഒരു വ്യവസ്ഥിതി ഉണ്ടല്ലോ, ഒരു സിസ്റ്റം. ഈ സിസ്റ്റത്തെ, ആ ഒരു സിസ്റ്റത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് മാത്രം കുട്ടീനെ മനസ്സിലാക്കുന്നിടത്താണ് കുട്ടി പരാജയപ്പെടുന്നത്. ആ സിസ്റ്റത്തിലേക്കാണ് നമ്മൾ മദ്രസ വിദ്യാഭ്യാസത്തെ സമന്വയിപ്പിക്കുന്നത്. അവിടെയാണ് കുട്ടി ചിന്തിക്കുന്നത്, സുബ്ഹാനല്ലാഹ്, ഇത് അത്ഭുത. കുട്ടി അത് പഠിക്കുമ്പോൾ വലിയൊരു ക്യൂരിയോസിറ്റി ഉണ്ട് കുട്ടിക്ക്. അപ്പൊ ഇത് ആരാ ഉണ്ടാക്കിയത് എന്ന് ആര് പറഞ്ഞു കൊടുക്കാൻ പറ്റും? അത് സ്കൂളിൽ നിന്ന് ഒരു നോർമൽ ടീച്ചർക്ക് അത് പറഞ്ഞു കൊടുക്കാൻ പറ്റൂല. അതിലേക്ക് എത്തിക്കാനാണ് നമ്മൾ പാരന്റ് എന്ന ഒരു അധ്യാപകൻ. ഉമ്മ എന്നാൽ ഉമ്മ മദ്രസത്തുൻ, അതുപോലെ തന്നെ ഉപ്പ എന്ന അധ്യാപകൻ. അവർക്ക് ആ ഒരു നോളജ് ഉണ്ടാവുമ്പോൾ, ആ ഒരു ബോധം ഉണ്ടാവുമ്പോൾ, കുട്ടി സയൻസ് പഠിക്കുമ്പോഴും അതിലൂടെ പഠിക്കുന്ന ചില പോയിന്റുകൾ എടുത്തു വെച്ചിട്ട് അള്ളാഹുലേക്ക് കണക്ട് ചെയ്യാം.
വിശുദ്ധ ഖുർആനിലെ വചനങ്ങളിൽ അത് പറയപ്പെട്ടതിലേക്ക് അള്ളാഹു ഇതാരാണ് സംവിധാനിക്കുന്നത്? അള്ളാഹു അല്ലാതെ ആരാണ്? ആ കുട്ടിക്ക് അള്ളാഹ് എന്ന് പറയുന്നത് അതൊരു വേറെ ഈ ലോകത്തുനിന്നും പ്രപഞ്ചത്തിൽ നിന്നും യാതൊരു ഇതുമില്ലാത്ത, ഇതിൻ്റെ ഒരു അധികാരമില്ലാത്ത, വേറെ എവിടെയോ ഉള്ള, ഇതുമായിട്ടൊന്നും ഒരു ബന്ധമില്ലാത്ത, ഞാൻ എവിടേക്കോ വിശ്വസിക്കേണ്ട ഒരാൾ, ഒരു പടച്ചോൻ എന്നുള്ള അല്ല കുട്ടിൻ്റെ മനസ്സിൽ വരേണ്ടത്. ഞാൻ ഈ ജീവിക്കുന്ന പ്രപഞ്ചത്തിൻ്റെ ഓരോ കാര്യങ്ങളിലും അള്ളാഹുമായിട്ട് എനിക്കൊരു കണക്ഷൻ ഉണ്ടെന്ന് കുട്ടി മനസ്സിലാവുന്നു. അത് കണക്ട് ചെയ്യിപ്പിച്ച് കൊടുക്കുക എന്നുള്ളതാണ് നമ്മളുടെയും നമ്മൾ പഠിക്കുന്ന മദ്രസ സംവിധാനം കൊണ്ടും നമ്മൾ അർത്ഥമാക്കുന്നത്. അങ്ങനെയുള്ളൊരു കുട്ടി, ആ ഒരു ബോധമുള്ളൊരു കുട്ടി, അവൻ്റെ പഠനത്തിനൊരു ലക്ഷ്യം ഉണ്ടാവും, അവൻ പഠിക്കുന്നതിലൊരു അർത്ഥം ഉണ്ടാവും. അത് ഓരോ കുട്ടികൾക്ക് ഓരോ വിഷയങ്ങളിൽ പ്രത്യേക സ്കില്ലുകൾ ഉണ്ടാവും. മാത്തമാറ്റിക്കൽ സ്കില്ലുള്ള കുട്ടികളുണ്ടാവും. ആ സ്കില്ല് ഭയങ്കര സ്കില്ലുള്ള കുട്ടികൾക്ക് വിശുദ്ധ ഖുർആനിലെ ആയത്തുകളുടെ ഓർഡറുകളും അതിൻ്റെ നമ്പറും അതിൻ്റെ ക്രമങ്ങളിലും കുട്ടിക്ക് ഒരു റിസർച്ച്, ഒരു ചിന്തട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടി ചിന്തിക്കും, ഭയങ്കര കണക്ഷൻ കിട്ടും. ഇൽമുൽ ഫറായിദ്, അനന്തരാവകാശവുമായി ബന്ധപ്പെട്ടത്, മാത്തമാറ്റിക്കുമായി ബന്ധപ്പെട്ടതാണല്ലോ. അത്തരം ചിന്തകൾ കുട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ കുട്ടി അതേറ്റ് കണക്ട് ചെയ്യും. അതാണ് ഞാൻ പറഞ്ഞത്, രക്ഷിതാവ് കുട്ടിയുടെ ഓരോരുത്തരുടെയും ചില നാച്ചുറലിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളുണ്ടാവും, പ്രകൃതിയെ അവർക്ക് EVS ഒക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ ആ കുട്ടിക്ക് ഓനൊരു ഒരു പിന്നെ EVSലൊക്കെ നല്ല പഠിച്ചിട്ട് ഉഷാറായിട്ട് അങ്ങനെയുള്ള ആ ഒരു ലെവലിൽ ഭൗതികമായിട്ടുള്ള ഓൻ്റെ ബാക്കി 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ആ നിലക്കുള്ള പഠനം അങ്ങനെയുള്ള ഡിഗ്രിയൊക്കെ ആവട്ടെ എന്നുള്ളത് മാത്രമല്ല നമ്മൾ ചിന്ത വരേണ്ടത്. അവിടേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? അതിലേക്ക് പറ്റുന്ന ഒരുപാട് വിശുദ്ധ ഖുർആന്റെ വചനങ്ങളുണ്ടാവും, അത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. അതിനൊക്കെ ഇന്ന് വളരെ ഈസി സൗകര്യങ്ങളാണ്, ഫോൺ കൊണ്ട് പറ്റും. മദ്രസയിലൂടെ അങ്ങനെയുള്ള സംവിധാനങ്ങൾ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്, കുട്ടികളുടെ CCA പ്രവർത്തനങ്ങൾ. അപ്പോൾ അത് ഒരു മദ്രസ എന്ന സംവിധാനത്തിൽ മാത്രമല്ല, അവിടെ അതുകൊണ്ടാണ് നമ്മൾ രക്ഷിതാക്കളോട് പറഞ്ഞത്, നമുക്ക് കുട്ടിയെ തർബിയത്ത് കൊടുക്കുന്നിടത്ത് വലിയ പങ്കുണ്ടെന്നാണ് പറയുന്നത്. അത് ഒരു ദിവസം സ്കൂളിൽ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു കുട്ടിയുടെ പേരൻറ്റ്, ആ പേരൻ്റ് വിളിച്ചിട്ട് പറഞ്ഞു, സാറേ കുട്ടി ഓനിപ്പോൾ 6ാം ക്ലാസ്സിലെത്തി, പക്ഷെ വീട്ടിലും ഭയങ്കര പ്രശ്നക്കാരനാണ്. എന്ന് എന്നിട്ട് അടിയാണ്, എൻ്റെ ഉമ്മാനെ അടിക്കലാണ്, വൃത്തികേട് പറയലാണ്. നിങ്ങൾ ഓന് കുറച്ച് പരലോകം പറഞ്ഞു കൊടുക്കേണ്ടി. അങ്ങനെ ഒരു ഉസ്താദ്, ഒരു അധ്യാപകൻ ഒരു കുട്ടിക്ക് 1/2 മണിക്കൂർ 6ൽ പഠിക്കുന്ന കുട്ടിക്ക് ഇവിടെ വാഹനം നന്നാക്കാൻ ഞാൻ കുറച്ച് പരലോകം പറഞ്ഞു തരാറിന് നന്നാവും നിങ്ങൾ ആരും വിചാരിക്കുന്നുണ്ടോ? അങ്ങനെ നന്നാവുന്ന സാഹചര്യത്തിലല്ല കുട്ടി വളരുന്നത്. അതാണ് നമ്മൾ പറഞ്ഞത് റോൾ മോഡൽ എന്ന് പറയുന്നത്. കുട്ടിയുടെ പരലോകം നമ്മൾ കുട്ടിയെ എഴുതിപ്പിച്ചു കഴിഞ്ഞാൽ കുട്ടിക്ക് കിട്ടുന്നതല്ല. കുട്ടിയുടെ സ്വഭാവവും മദ്രസയിൽ പഠിക്കുന്നുണ്ട്. മദ്രസയിൽ പോയി പഠിക്കുന്ന കുട്ടി സ്വഭാവ വിഷയം നന്നായിട്ട് ആ പരീക്ഷയിലൊക്കെ ഉഷാറായിട്ട് മാർക്ക് വാങ്ങി, 50ൽ 50 വാങ്ങിയിട്ടുണ്ട് എന്ന് വിചാരിച്ചിട്ട് ആ കുട്ടിയുടെ സ്വഭാവം 100ൽ 100 മാർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുമോ? അപ്പോൾ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിയുടെ ഒന്ന് കുട്ടിക്ക് നല്ലൊരു റോൾ മോഡൽ കിട്ടണം, മറ്റൊന്ന് കുട്ടിക്ക് ജ്ഞാനം കിട്ടണം. ഇത് രണ്ടുണ്ടാവുമ്പോഴാണ് കുട്ടി ഒരു വ്യക്തിത്വം ഏറ്റവും മാതൃകായോഗ്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ എന്നുള്ളതാണ്. അപ്പോൾ കുട്ടിയുടെ അറിവിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല, നമുക്കൊന്ന് ചേർത്ത് വെച്ച് പറയാം. ഇപ്പോൾ കുട്ടി ഭൗതികമായിട്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ അതിൽ എന്തുണ്ട്? അതിൽ ദീനുണ്ടെന്ന് കുട്ടി സ്വയം തിരിച്ചറിയണം. ഇതിൽ പടച്ചോണ്ട് എന്ന് കുട്ടിക്ക് കുറച്ചുകൂടി ഹയർ സ്റ്റഡീസിലൊക്കെ പഠിക്കുന്ന കുട്ടിക്ക്, ബയോളജി പഠിക്കുന്നൊരു കുട്ടിക്ക് ഒരു ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മൻ അറഫ നഫ്സഹു അറഫ റബ്ബ. ഒരാൾ തന്നെ അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ റബ്ബിനെ അറിഞ്ഞു എന്നുള്ളതാണ്. മനുഷ്യന്റെ ശരീരം പടച്ചോനെ മനസ്സിലാക്കാൻ പറ്റിയ ഏറ്റവും വലിയതാണ്. അപ്പോൾ അതിലുള്ള പ്രവർത്തനങ്ങൾ അറിയുന്നൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹ് എന്നുള്ളൊരു നോളജ് ആ കുട്ടിക്ക് ഉണ്ടെങ്കിൽ അവന് അതിന് വേഗം കണക്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരു കണക്ഷൻ അപ്പോഴാണ് അല്ലെങ്കിൽ ഈ നോളജ് കൊണ്ടൊന്നല്ല, ഏറ്റവും അവന് കൊടുത്ത ബുദ്ധി വെച്ച് ഏറ്റവും ഭൗതികമായിട്ടുള്ള കിട്ടാവുന്ന ഏത് ഉയർന്ന ഉദ്യോഗ തലത്തിൽ എത്തിക്കഴിഞ്ഞാലും അവൻ്റെ ഉള്ളിലുള്ള മൂല്യബോധവും പടച്ചവനെ കുറിച്ചുള്ള നോളജും അറിവും ഇല്ലായ്മ കൊണ്ട് ഈ സമൂഹത്തിൽ അവന് കിട്ടിയ പദവി തന്നെ ഈ സമൂഹത്തിന് തന്നെ ശാപായി മാറും. മനുഷ്യന്മാരെ ചൂഷണം ചെയ്യുന്ന ഡോക്ടർമാരുണ്ടാവും, എഞ്ചിനീയർമാരുണ്ടാവും, സാമൂഹിക ദ്രോഹികളായിട്ടുള്ള വിദ്യാഭ്യാസ വിചക്ഷണന്മാരുണ്ടാവും. അതല്ല സമൂഹത്തിന് വേണ്ടത്. സമൂഹത്തിന് വേണ്ടതിൽ ഈ തലമുറക്കും വരുന്ന തലമുറക്കും
സംഭാവനകൾ നൽകിയ നമ്മുടെ പൂർവികരായിട്ടുള്ള ആളുകളെ പോലെ. പൂർവികരായിട്ടുള്ള ആളുകൾ അങ്ങനെയായിരുന്നു. അവർ ദീനിയായിട്ട് ജീവിക്കുമ്പോൾ ഭൗതികമായിട്ടുള്ള സംഭാവനകൾ അവർക്ക് നൽകാൻ പറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞു ഒരുപാട് ആളുകൾ. അപ്പം അത് തന്നെയാണ് നമ്മുടെ മക്കളുടെ ഒരു തലമുറ പഠിച്ച് വളർന്നു വരുമ്പോൾ ഈ ഒരു രണ്ടും സമന്വയിച്ചു കൊണ്ടുള്ള ഒരു വ്യക്തിത്വത്തിലേക്ക് അവരെ എത്തിക്കാൻ കഴിയണം എന്നുള്ളതാണ്. നോക്കൂ, നിങ്ങൾ എന്താണ് അറിവ്? സ്കൂളിൽ പോകുമ്പോൾ ബാക്കിൽ പോകുമ്പോൾ നീട്ടി ഏറ്റവും വലിയ അറിവ് എന്താ? ഫഅലമ അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ ഒരു അറിവിൻ്റെ അപ്പുറത്തേക്ക് അതിൻ്റെ മീതെ വേറൊരു അറിവില്ല. അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ റദീഫായി തൻ്റെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇബ്നു അബ്ബാസ് അല്ലാഹുവിനെ വിളിച്ച് പറഞ്ഞ കാര്യം, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തിയത്. അള്ളാഹു ആരാണെന്ന് നീ അറിയണം, അള്ളാഹു ഇബാദത്ത് ചെയ്യേണ്ട കാര്യങ്ങളും റബ്ബിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. നമുക്കെപ്പോഴെങ്കിലും നമ്മുടെ മക്കളെ, ചെറിയ മക്കളെ ഫിത്രത്തിൻ്റെ സമയത്ത് യാതൊരു പുഴുക്കുത്തുകളും ഏൽക്കാതെ നമ്മുടെ കയ്യിൽ കിടന്നിരുന്ന കുട്ടി എല്ലാം അറിയാനും ഉൾക്കൊള്ളാനും കണ്ണും കാതും കൂർപ്പിച്ച സമയത്ത് മടിയിലിരുത്തി അള്ളാഹുവിനെ കുറിച്ച് എൻ്റെ ഉമ്മയെ എൻ്റെ ഉപ്പി എനിക്ക് പറഞ്ഞു തന്നു എന്ന് എൻ്റെ ബാല്യകാല ഓർമ്മകളിൽ, ആ ഓർമ്മകളിൽ എവിടെയെങ്കിലും നമ്മളുണ്ട് എങ്കിൽ ആ കുട്ടിയുടെ മനസ്സിൽ അള്ളാഹ് എന്നുള്ളത് നമ്മൾ കൊടുത്തൊരു നോളജാണ്. ഓൾറെഡി കുട്ടിയുടെ ഫിത്രത്തിൽ അതുണ്ട്. പക്ഷെ അള്ളാഹിനെ കുറിച്ചുള്ള ഇൽമ് ഓരോന്നും നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. അള്ളാഹിനെ നമ്മൾ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് കുട്ടിയെ ചേർത്ത് പിടിച്ചിട്ട് പ്രാർത്ഥിക്കുന്നത് കുട്ടിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥന എന്ന് പറയുന്നത് അത്രമേൽ ഇഷ്ടപ്പെട്ട ഒന്നാണെന്ന് കുട്ടിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും. നമ്മളെ ഇബാദത്തുകൾ കുട്ടിയിലേക്ക്, നമ്മളെ ഇബാദത്ത് വേറെ കുട്ടിയായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒന്ന്. നമ്മൾ അള്ളാഹിനോട് പറയുന്നതും പ്രാർത്ഥിക്കുന്നതും നമ്മളെ ഇതൊന്നും കുട്ടിയായിട്ട് ഒരു ബന്ധമില്ല. നമ്മളെ കുട്ടി കാണുന്ന എന്താണ്? നമ്മളെന്തെങ്കിലും ഉപദേശം കൊടുക്കണം, നിർദ്ദേശം കൊടുക്കണം, ഇങ്ങനെയുള്ള ഒരു കാര്യത്തിൽ മാത്രമായിട്ട് പോവുകയാണ്. അതുണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് അറിവ് കൊടുക്കുന്നിടത്ത് നമുക്ക് എന്ത് ചെയ്യണം? കുട്ടികൾക്ക് നന്നായിട്ട് നമുക്ക് അറിയുന്നത് നമ്മൾ പഠിക്കണം. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളെന്ന രക്ഷിതാക്കൾ ഏറ്റവും വലിയ അറിവ് നേടേണ്ടത് എന്താണ്? അള്ളാഹിനെ കുറിച്ചുള്ള അറിവ് നമ്മൾ നേടണം. അതിനുള്ള സംവിധാനങ്ങൾ ഇഷ്ടംപോലെ നമ്മുടെ മുമ്പിലുണ്ട്. നമുക്ക് പഠിക്കാൻ കഴിയണം. നമ്മൾ വീട്ടിലിരുന്ന് കുട്ടിനോട് പഠിക്കാൻ പറയുമ്പോൾ എന്താ കുട്ടികൾ കേൾക്കാത്തത്? ചെറുപ്പത്തിലൊക്കെ ആ ഒരു സമയത്താവുമ്പോൾ കുട്ടി കുറെ കരയും. നമ്മൾ ദേഷ്യം പിടിച്ച് ഓരോന്ന് പഠിക്കാൻ പറയുമ്പോൾ കുട്ടി കരയും. ആ കരയുന്ന കൂട്ടത്തിൽ കുട്ടി ചിന്തിക്കുന്നുണ്ടാവും, എന്ത് ഉമ്മച്ചിക്ക് എന്താ പഠിച്ചാല്, എന്താ ഉമ്മച്ചി പഠിക്കണത് കാണില്ലല്ലോ. അപ്പം നമ്മൾ പഠിക്കണം. അപ്പം നമ്മളിപ്പോൾ എന്താ പഠിക്കേണ്ടത്? ഞാനിപ്പോൾ സയൻസും മാത്സും പഠിക്കാൻ എന്നിട്ട് ഇപ്പം എന്താ കാര്യം? അതൊക്കെ കുറേ മുമ്പ് പഠിച്ച അല്ല. നമുക്ക് പഠിക്കാനുള്ള എന്താണ്? നമുക്ക് അള്ളാഹിനെ കുറിച്ച് പഠിക്കാണ്ട്. അതെങ്ങനെ പഠിക്കേണ്ടത്? അതിനുള്ള ഇതുപോലെ കുട്ടി പഠിക്കുന്ന പോലെ ഇരുന്ന് എഴുതി പഠിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പം എൻ്റെ ഉമ്മച്ചി എൻ്റെ ഉപ്പച്ചി പഠിക്കണം ഞാൻ കാണുന്നുണ്ട് എന്ന് കാണുന്ന ഒരു കുട്ടിക്ക് എനിക്കും പഠിക്കാനുണ്ട് എന്നൊരു ബോധ്യം വരും. അത് കുട്ടിയെ കാണിപ്പിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതുകൊണ്ട് ആദ്യമായി നമ്മളും കുട്ടിയും അറിയണത് ഫഅലമ അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് അത് നമ്മൾ നേടുക. തൗഹീദ് പഠിക്കുക. ഇത് രണ്ട് കാര്യങ്ങളാണ് ഈ വിഷയത്തിൽ നമ്മൾ അറിയേണ്ടത്. ദീനിയായിട്ടുള്ള അറിവ് രണ്ട് തരത്തിലാണ്. ഒന്ന്, നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള അറിവുകൾ. അത് ഫർള് ഐനാണ്. ഫർള് ഐൻ എന്താ? ഓരോ വ്യക്തി, ഉമ്മ വാപ്പി പഠിച്ചുകൊണ്ട് കാര്യമില്ല, കുട്ടി പഠിക്കണം. അത് തൗഹീദാണ് ഒന്നാമത്തത്. തൗഹീദില്ലാതെ ബാക്കി എന്തുണ്ടായിട്ട് എന്താ കാര്യം? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ഒരു ചിന്തയും ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് കേവലമല്ല, അത് തൗഹീദും തഖ്ദീറും ഒക്കെ അടങ്ങിയിട്ട് എൻ്റെ ജീവിതത്തിൻ്റെ, എൻ്റെ വിധി അത് അള്ളാഹുവിൻ്റെ തീരുമാനമാണെന്നും എൻ്റെ സുഖദുഃഖങ്ങളിൽ എനിക്ക് എൻ്റെ ആവലാദികളും അർപ്പിക്കാനുള്ളത്, സമർപ്പിക്കാനുള്ളത് റബ്ബിലാണെന്നും ആ റബ്ബെന്നെ സദാ നിരീക്ഷിക്കുന്നുവെന്നും അവനാണ് എന്നെ രക്ഷപ്പെടുത്താനുള്ളതെന്നും അവനിലാണ് എനിക്ക് അഭയമെന്നും ഒരു സെക്യൂരിറ്റി ഫീലിംഗ് കുട്ടികൾക്ക് പടച്ചനുമായിട്ട് ബന്ധിച്ച് ഉണ്ടാക്കി കൊടുക്കും. അതാണ് ഒന്നാമത് തൗഹീദിലൂടെ കുട്ടി നിർഭയത്വം കുട്ടി കിട്ടുക എന്നുള്ളത്. ആ നിർഭയത്വം കുട്ടിയുടെ മനസ്സിലുണ്ടാവണം. എനിക്കൊന്നിനും പേടിക്കേണ്ട, പടച്ചുണ്ടായാൽ മതി എന്ന് കുട്ടിക്ക് തോന്നാം. കുട്ടികൾക്ക് എപ്പോഴും ഭയമാണ്. കുട്ടികൾക്ക് പലതിനും പേടിയാണ്. ഈ പേടി അല്ലാതാക്കി കൊടുക്കുന്ന ആരാ? കുട്ടികൾ. പിന്നുണ്ട് പാരൻസിനെ കണ്ടില്ല കുട്ടികൾ. നമ്മളെ രക്ഷിതാവ് കിട്ടുമ്പോൾ ഒരു നിർഭയത്തുണ്ട് കുട്ടിക്ക്. ഈ നിർഭയത്ത് ഉണ്ടാവുന്നത് പോലെ അതിനേക്കാൾ വലിയ നിർഭയത്ത് അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് കിട്ടുന്നുണ്ട് എന്നുള്ളൊരു ആ ഒരു നോളജ് കുട്ടിയിലേക്ക് കിട്ടണമെന്ന്. പിന്നെ കുട്ടി അടിസ്ഥാനപരമായി ഐനിയായിട്ട് മനസ്സിലാക്കേണ്ടത് ഫർള് ഐനായിട്ടുള്ളത് നിസ്കാരം, നോമ്പ്, മറ്റ് ആരാധനകൾ, നിർബന്ധ കാര്യങ്ങൾ. ഇത് അടിസ്ഥാനപരമായിട്ട് നിർബന്ധമായും പഠിക്കേണ്ട കഴിവുകൾ. പിന്നെ അടിസ്ഥാനങ്ങൾക്കപ്പുറം ദീനിനെ ആഴത്തിൽ മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ, ബാക്കിയുള്ള കാര്യങ്ങൾ. അത് ആ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഈ പറഞ്ഞതിലേക്കൊക്കെ അവൻ്റെ റിസർച്ച് സ്കില്ല് വളരും. എന്താ അങ്ങനെ, ഇതെന്താ അങ്ങനെ, അത് പഠിച്ചോൻ അങ്ങനെയാണ് സംവിധാനിച്ചത്, ഇങ്ങനൊരു സിസ്റ്റം ഉള്ള വെച്ചിട്ടുണ്ട്. അങ്ങനെ ആവുമ്പോൾ മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. ഒരാളെ കൊണ്ട് അള്ളാഹ് നന്മ വിചാരിച്ചാൽ അവന് ദീനിൽ അവഗാഹം കിട്ടും. ആ അവഗാഹത്തിൽ അവസരം അവന് വരും. അവൻ്റെ ചിന്തകൾ ഷാർപ്പായിട്ട് മാറും. മനുഷ്യൻ
അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാലം പഠനം എന്ന് പറയുന്നത് ഈ 10-12 വയസ്സ്. അവന് നല്ല തർബിയത്ത് കിട്ടണം, അതുപോലെ തന്നെ അവന് അറിവ് കിട്ടണം. കേവലം അറിവിൻ്റെ അപ്പുറത്തേക്ക് അടിസ്ഥാനപരമായി മനസ്സിലാക്കിയിരിക്കേണ്ട അള്ളാഹിനെ കുറിച്ചുള്ള ബോധ്യം കുട്ടിയിലുണ്ടായിരുന്നു. ഇതുണ്ടാവുമ്പോഴാണ്, ഇത് ശരിക്കും വർക്ക് ചെയ്യുമ്പോഴാണ് ആ കുട്ടിയുടെ ഒരു വ്യക്തിത്വം പൂർണ്ണമായി തീരുന്നത്. അപ്പോഴാണ് ആ കുട്ടിക്ക് ജീവിതത്തെ അഭിമുഖീകരിക്കാൻ കഴിയുന്നത്. അല്ലാത്ത ആളുകൾ ജീവിതത്തിൽ പല പ്രതിസന്ധി വരുമ്പോൾ, പടച്ചവൻ എന്നുള്ള ഒരു സ്പേസ് ഇല്ലാതെ വരുമ്പോൾ അവിടെ പിന്നെ അവൻ പരാജയപ്പെടുകയാണ്. അത് നമ്മളില്ലെങ്കിൽ നമ്മളെ കുട്ടികളിലൂടെ ജീവിക്കണം. അവർ സ്വാലിഹായ മക്കളായിട്ട് വളരണം. അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായി മാറണം. ഇങ്ങനെ നമുക്കൊരു കേവലം ഈ ലോകത്ത് മാത്രം തീരുന്നൊരു ബന്ധമല്ല നമുക്കുള്ളത്. നാളെ പരലോകത്ത് വരെ അനശ്വരമായ ലോകത്തേക്ക് വീണ്ടും സംഗമിക്കാനും മക്കളെ കൊണ്ട് ഉയർച്ച ലഭിക്കാനും, സ്വർഗത്തിൽ പദവികൾ ഉയർത്തപ്പെട്ടത് എന്തേന്ന് ചോദിക്കുമ്പോൾ നിന്റെ മക്കളുടെ പ്രാർത്ഥനയാണെന്ന് പറയാനും, അതൊക്കെ അവരിൽ ആ ഇമോഷൻ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? അവിടെ ഈ ഒരു ബോധ്യമുള്ള മക്കൾ. അല്ലാതെ മക്കൾക്ക് വേണ്ടിയിട്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാം ചെയ്ത് കഴിഞ്ഞ് പിന്നെ നമ്മളെ മരണത്തോടുകൂടി ആ മക്കളും നമ്മൾ ആ ശാരീരികമായ ബന്ധം അറ്റുപോയി, ബാക്കികൾക്കുള്ള ബന്ധമില്ല, ഒന്നുമില്ല, ഒരു ഓർമ്മയില്ല എന്നുള്ള രൂപത്തിലേക്കായി മാറും പടച്ചോൻ എന്നുള്ള സ്പേസ് നമ്മൾ ഫില്ല് ചെയ്തിട്ടില്ലെങ്കിൽ. അതുകൊണ്ടാണ് ദീന് ആഴത്തിൽ പഠിക്കുന്ന ഒരു സിറ്റുവേഷൻ കുട്ടികൾക്ക് അങ്ങനെ ഒരാൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, ദീന് പഠിക്കുന്ന അടിസ്ഥാനപരമായുള്ള പഠനം വേണം. അതിൻ്റെ പുറമെ അവൻ ആഴത്തിൽ ചിന്തിപ്പിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ അവൻ്റെ പഠനം കൊണ്ട് തന്നെ അവന് കിട്ടണം. അതിൽ ആ സംവിധാനങ്ങളുണ്ട്. അള്ളാഹു പറഞ്ഞത് നേരത്തെ പറഞ്ഞു, മയ്യുരിദില്ലാഹു ബി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. ദീനിൽ അള്ളാഹു അവഗാഹം നൽകും. അത് പല രൂപത്തിലായിരിക്കും. ചില പ്രത്യേക കഴിവുകൾ അവൻ്റെ കൊടുത്ത ബുദ്ധി വെച്ചുകൊണ്ട് അവൻ കൂടുതൽ റിസർച്ച് നടത്തും. അത് അള്ളാഹുലേക്ക് എത്തിക്കുന്ന ഒരു സംവിധാനമായിട്ട് അവൻ്റെ പഠനങ്ങൾ മാറും. സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കുന്നതിനെ കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമ അന്വേഷിച്ചുകൊണ്ട് ഒരു വഴിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ സഹലല്ലാഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന, സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കുന്നു. അത് മാത്രമല്ല, നമ്മളെ കുട്ടികൾ നാളെ വന്ന് നമ്മളോട് പറയരുത്, ഓലൊക്കെ വളർന്ന് സ്വയം പര്യാപ്തരായിട്ട് നമ്മൾ വീട്ടിലിരിക്കണ നേരാണ്. എന്താ പഠിച്ചത്? ഡിഗ്രി കഴിഞ്ഞു, PG കഴിഞ്ഞു, എല്ലാ പഠനം കഴിഞ്ഞു, സംവിധാനങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എന്തപ്പോൾ എൻ്റെ കോലം? അപ്പോൾ അവനോട് ചോദിക്കാം, എനിക്കെന്തപ്പോൾ നിസ്കാരം ഇതൊന്നും ഇല്ലേ? എന്തിന് നിസ്കരിക്കണ്? ആർക്ക് വേണ്ടിയിട്ടാണ് നിസ്കരിക്കണത്? അതൊക്കെ ഒരു പഴഞ്ചൻ. ആരാണ് എന്തിനാണ് നിസ്കരിക്കുക? ഇവിടുത്തെ കാര്യം നോക്കല്, പരലോകം ഉണ്ടെന്നപ്പോൾ എന്താ തെളിവ്? ഏത് ഓനെ മദ്രസയിൽ നിന്നും ബാക്കിയുള്ളിടത്തൊക്കെ പൂർണ്ണമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടി വലിയ സമ്മാനമൊക്കെ വാങ്ങി കൊടുത്ത കുട്ടിയായിരിക്കാം ചിലപ്പോൾ. പക്ഷെ ഈ ഒരു ബോധ്യം ഉള്ളിലില്ലാത്തൊരു കുട്ടിക്ക് അവൻ്റെ ഉന്നത പഠനത്തിൻ്റെ സാഹചര്യങ്ങളിൽ നിന്നും സോഷ്യൽ മീഡിയകളിൽ നിന്നും സമൂഹത്തിൽ നിന്നും ഒക്കെ, സമൂഹം അങ്ങനെയാണ്, അവൻ കിട്ടുന്നത് എന്താണ്? ഫിത്നകളിൽ രക്ഷപ്പെടാനുള്ള നോളജ് ബേസിക്കലായിട്ട് എന്ത് ചെയ്യണം? കുട്ടിക്ക് കിട്ടിയിരിക്കണം. അതാ ഞാൻ പറഞ്ഞത്, മദ്രസ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞത് അത്രയും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണ്. ആ മദ്രസ വിദ്യാഭ്യാസത്തിലേക്കാണ് നമ്മളെടുത്തുനിന്ന്, നമ്മളെ വീട്ടിൻ്റെ അകത്തുനിന്ന് കുട്ടിക്ക് അതിലേക്ക് പ്രാപ്തമാകുന്ന ഒരു മനസ്ഥിതിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത്. അപ്പോൾ ഇതൊരു പ്ലാനാണ് ശരിക്കും നമ്മൾ. അല്ലാതെ നമ്മളിങ്ങനെ ഒരു സിസ്റ്റത്തിൽ അങ്ങനെ പോയിട്ട് അങ്ങനെ കഴിഞ്ഞാൽ പോകാന്നുള്ളതല്ല. നമുക്ക് വലിയൊരു ലക്ഷ്യമുണ്ട്. നമുക്ക് നമ്മുടെ മക്കളെ കുറിച്ച് വലിയൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി ഈ ലോകത്തൊരു പണം കായ്ക്കുന്ന മരമായിട്ട് അവരിങ്ങനെ വളർന്നു വരിക എന്നുള്ളത് മാത്രമല്ല. ചില ആൾക്കാർ അങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും, കുട്ടികൾ പൈസ ഉണ്ടാവണം, കുട്ടികൾ പണം ഉണ്ടാക്കണം, അധ്വാനിക്കണം, ഒക്കെ നമ്മളെ നോക്കാൻ പ്രാപ്തി ഉണ്ടാവണം, ഒക്കെ. അതിൻ്റെക്ക് അപ്പുറത്തേക്ക് അവര് സ്വാലിഹായ മക്കളാവണം. അവര് നല്ല ഭൗതികമായ നോളജ് ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ആ നോളജിനെ താങ്ങുന്നത് ദീനിയായ നോളജ്, അള്ളാഹിനെ കുറിച്ചുള്ള നോളജാണ്. തൗഹീദുള്ളവരായി മാറണം. അള്ളാഹുൽ തവക്കൽ ചെയ്യുന്ന മക്കളായിട്ട് മാറണം. യുക്തിവാദവും ലിബറലിസവും നിരീശ്വരവാദ ചിന്തകളും ഇതൊന്നും കുട്ടിയെ സ്വാധീനിക്കരുത്. അത് സ്വാധീനിക്കാതിരിക്കണമെങ്കിൽ എന്ത് വേണം? അത് കേൾക്കുന്ന സമയത്ത് അവൻ്റെ ബുദ്ധി റിജക്റ്റ് ചെയ്യും അതിനെ. കാരണം എന്താണ്? ബേസിക്കലായിട്ടുള്ള നോളജാണ് കിട്ടുന്നത്. പടച്ചോനില്ല എന്ന് പറയാൻ മാത്രം, ഇവര് പറഞ്ഞെന്ന് വിശ്വസിക്കാൻ മാത്രമല്ല ബുദ്ധി. അതിനനുസരിച്ച് എൻ്റെ ബുദ്ധി ചെറുതല്ല എന്ന് അവന് തോന്നും. അതിനൊക്കെ മറുപടി അവൻ്റെ ഉള്ളിൽ തന്നെ വരും. അതിനുള്ള സ്രോതസ് അവൻ്റെ മുമ്പിൽ അവനുണ്ടാവും. അല്ലെങ്കിൽ എന്താ സംഭവിക്കാന്നോ? ഇതൊന്നും ചെറുപ്പത്തിൽ കിട്ടാത്ത, ഈ ഒരു ബോധ്യമൊന്നും ഇല്ലാത്ത ഒരു കുട്ടി, അത് ഉള്ളറിഞ്ഞ് ഉൾക്കൊള്ളാത്ത പടച്ചവനെ കുറിച്ചുള്ള ഒരു ബന്ധമുണ്ടല്ലോ, ആ ബന്ധമൊന്നും ഇല്ലാത്തൊരു കുട്ടി അവൻ്റെ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറിയിട്ട് നാളെ വന്ന് പറയണേ അതിലൊന്നും ഒരു കഥയില്ല, വെറുതെ കുറേ മദ്രസ അത് ഇതും പറഞ്ഞിട്ട് സമയം പോയി എന്ന് പറയും. കാരണം അതെന്താന്ന് ബോധ്യപ്പെടലുണ്ടായിട്ടില്ല.
അപ്പോൾ നമ്മൾ പരിശോധിക്കണം നമ്മളെ കുട്ടികൾക്ക് എവിടെ സ്കൂളിലേക്ക് പോകുമ്പോഴും മദ്രസയിലേക്ക് പോകുമ്പോൾ എൻ്റെ കുട്ടിക്ക് ദീൻ എന്നത് അള്ളാഹ് എന്നുള്ളത് ബോധ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അവൻ നേടുന്ന സർട്ടിഫിക്കറ്റുകൾക്കും അവൻ്റെ ഉയർച്ചകൾക്കും ഒക്കെ നമുക്ക് അഭിമാനിക്കാൻ പറ്റും. ആ അഭിമാനം ഈ ലോകത്ത് മാത്രമല്ല പരലോകത്തിലേക്ക് നമുക്ക് പറ്റും. അവിടെയാണ് ഈ ജീവിതത്തെ അവന് നേരിടാൻ പ്രാപ്തമാക്കുന്ന നോളജ്. ആ നോളജ് അവന് കിട്ടാവുന്നൊരു തരത്തിലേക്ക് അവന് ഉയരണം. അവൻ്റെ ആരാധനകൾക്ക് ഖുശൂ ഉണ്ടാവും. അവൻ ഇനി എന്തെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ തെറ്റിപ്പോയാലും ചില തെറ്റുകളും തിന്മകളൊക്കെ സംഭവിച്ചാലും അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം. സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ട് പല തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാലും അവൻ്റെ ബേസിക്കലായിട്ടുള്ളൊരു ഉണർവുണ്ട്. അവന് പഠിച്ചോനെ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, തിരിച്ചു വരണം അല്ലാഹ് എന്നുള്ളൊരു യൂട്ടേൺ എടുക്കാനുള്ള ഒരു ചിന്ത അവൻ്റെ ഉള്ളിലുണ്ടാവും. തെറ്റ് പറ്റൂല എന്നൊന്നും പറയാൻ പറ്റില്ല. മനുഷ്യന് തെറ്റ് പറ്റുക അള്ളാഹ് തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ തെറ്റ് പറ്റിയാൽ ആ തെറ്റിൽ നിന്ന് മുക്തമാവൻ്റെ മനസ്സാക്ഷി പറഞ്ഞുകൊണ്ടിരിക്കും. ഇതൊന്നും ഉണ്ടാവില്ല, അങ്ങനത്തെ ഒരു മനസ്സാക്ഷി ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ ഒരു അള്ളില്ല റസൂൽ, അതൊക്കെ വെറുതെയാണ്. അതുകൊണ്ടാണ് ചാനലുകാർ വന്ന് ചോദിക്കുമ്പോൾ പറയുമ്പോൾ എന്തിന് തട്ടിടണ്, അങ്ങനെ ഇസ്ലാമിൽ പറഞ്ഞത് എനിക്ക് തോന്നിയിട്ടില്ല എന്ന് കുട്ടി പറഞ്ഞു. മുസ്ലിം കുട്ടിയാണ് പറഞ്ഞത്. അല്ലെങ്കിൽ അങ്ങനെ ഒരു ദീന് ഈ പറഞ്ഞ ദീനോ അതിൻ്റെ ഹുക്കുമുകൾ അതാണ് ഇമാം നേരത്തെ പറഞ്ഞു. ഇമാം മാലിക്കിനെ കുറിച്ച് പറഞ്ഞത്, ഇമാം ഷാഫിയെ കുറിച്ച് പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ ഖൗല് ഹലാലും ഹറാമും തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉള്ള നോളജിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ആദ്യം പറഞ്ഞാൽ ഹലാലും ഹറാമാണ്. ഈ ഹലാലും ഹറാമും കുട്ടിക്ക് അറിഞ്ഞില്ലെങ്കിൽ പിന്നെ കുട്ടി അറിയാം. അത് അറിയാനുള്ള വഴിയാണ് നമ്മൾ ഈ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ മദ്രസ സംവിധാനം. അത് മാത്രമല്ല, ഞാൻ വീണ്ടും ആവർത്തിച്ച് പറഞ്ഞു, അതൊരു വെറുതെ ഉള്ള ഒരു സംഗതിയല്ല, അതവിടെ ഉണ്ടാവും കുട്ടിയിൽ. അപ്പോൾ അതിന് നമ്മൾ കൊടുക്കുന്ന ഒരു പ്രാധാന്യം കൂടി കുട്ടിയിലേക്ക് ചേർത്ത് വെക്കാൻ പറ്റണം. അങ്ങനെയാവുമ്പം അതിലേക്ക് ചേർത്ത് വെക്കുന്ന ഇൽമ് അത് ഒരാൾക്ക് അല്ലാഹ് കൊടുത്തു കഴിഞ്ഞാൽ വല്ലദീന ഊത്തുൽ ഇൽമ, ഇൽമ കൊടുത്ത ആളുകൾക്കും വിശ്വസിച്ച ആളുകൾക്കും അല്ലാഹു ദറജ ഉയർത്തും, ആ പദവികൾ ഉയർത്തും. അവരെ കൊണ്ട് നമുക്ക് മരിച്ചാലും അവർക്ക് നിലക്കാത്ത പ്രതിഫലം ഉണ്ടാവും. കാരണം എന്താണ്? അവർ നേടിയ അറിവ് അങ്ങനെയുള്ളതാണ്. ആ ഒരു ചിന്തയോടുകൂടി, പടച്ചവനെ കുറിച്ചുള്ള ചിന്തയോടുകൂടി ഒരു കുട്ടി പഠിക്കാൻ ഒരു റിസർച്ച് നടക്കുകയാണ്. ആ റിസർച്ചിൽ അവൻ കണക്ട് ചെയ്യണം അള്ളാഹിനെ കുറിച്ച്. അതുപോലും അവന് ഉപകാരമുള്ള ഒന്നായി മാറണം. ഒരാൾ വൈദ്യശാസ്ത്രം പഠിക്കാനുള്ള മെഡിക്കൽ സയൻസിൽ ഒരു MBBS പഠിക്കുന്നു, ഡോക്ടറാണ്. ആ ഡോക്ടർ അവർ പഠിക്കുമ്പോൾ ഈ പറഞ്ഞ ചിന്ത കാര്യങ്ങളൊക്കെ അവൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ, അള്ളാഹിനെ കുറിച്ച് ബോധമുണ്ടെങ്കിൽ, അവൻ പഠനം പോലും എന്താണ് പടച്ചവനിലേക്ക് കണക്ട് ചെയ്യുന്നത്. ആ പഠനം പോലും അവന് ഉപകാരമുള്ള ഒന്നായി മാറുകയാണ്. അവന് മറ്റുള്ളവരെ സ്വാധീനിക്കാൻ പറ്റുകയാണ്. ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന അവസ്ഥ വരികയാണ്. അവന് വഴി ഒരുപാട് ആളുകൾക്ക് ചിന്തിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കുകയാണ്. അതാണ് ഇൽമുൻ യുൻതഫഉ ബിഹി, ഉപകാരമുള്ള അറിവ്. അത് നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു, നമുക്കും നമ്മുടെ മക്കൾക്കും ഒക്കെ ഉപകാരമുള്ള അറിവ് കിട്ടണം. ആ അറിവ് ഈ ലോകത്ത് ഉപകാരം എന്നുള്ളത് മാത്രമല്ല, ആ ഈ ലോകത്തുള്ള ഉപകാരം ഫിത്നയായി മാറും. കത്തി വീട്ടിലുണ്ട്, അതിന് ഉപയോഗമുണ്ട്, പക്ഷെ അതൊരു ഉപദ്രവമായിട്ട് മാറും, ജീവൻ തന്നെ നഷ്ടപ്പെടുന്നതായി മാറും അത് തെറ്റായി ഉപയോഗിക്കുമ്പോൾ. പക്ഷെ ഈ നേടിയ അറിവും നോളജും ഈ പറഞ്ഞ പദവികളൊക്കെ തെറ്റായ രൂപത്തിലേക്ക് വിനിയോഗിക്കാതിരിക്കാനുള്ള ആ ഒരു ബോധം ദീന് കൊണ്ട് കിട്ടുന്നിട്ടില്ലെങ്കിൽ ഈ സമൂഹത്തിന് അവർ ശാപമാണ്. എത്ര വലിയ പദവികൾ കിട്ടിയിട്ട് വലിയ സാമ്പത്തിക നേടണം ഒരു മനുഷ്യന്, ജനങ്ങൾക്ക് അള്ളാഹുവിന് ഏറ്റവും ഉപകാരമുള്ളത് ആരാന്ന് ചോദിച്ചാൽ ജനങ്ങൾക്ക് ഉപകാരമുള്ള ആളായിത്തീരുന്നവനാണ് മുഅ്മിൻ എന്ന് പറഞ്ഞല്ലോ. ആ ഒരു ഉപകാരം കിട്ടാത്തൊരു മനുഷ്യനായിട്ട് കേവലം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് മാത്രം ജീവിക്കുന്ന വലിയ പദവിയുള്ള ഒരാളായി കഴിഞ്ഞിട്ട് എന്താണ്? അതുകൊണ്ട് ജീവിതത്തിൻ്റെ ഒരു ലക്ഷ്യം എന്താണ്? അപ്പം ആ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തിക്കാൻ, ദീൻ പഠിക്കാനും പഠിപ്പിക്കാനും നമ്മുടെ മക്കൾ കാര്യങ്ങൾ, ഇതിലൊക്കെ ഈ ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടെങ്കിൽ നമ്മളെ ചെറിയ കുട്ടികൾ മുതൽ നമുക്ക് ആ ഒരു ലക്ഷ്യത്തോടു കൂടി വളർത്താം. അപ്പോൾ കുട്ടീൻ്റെ മാനസികാവസ്ഥ മനസ്സിലാക്കാനും കുട്ടിയെ പ്രോത്സാഹിപ്പിക്കാനും ഒക്കെ നമുക്ക് കഴിയണം. ചില ആൾക്കാർക്കൊക്കെ പലപ്പോഴും ഉണ്ട് ഈ കുട്ടിക്ക് എന്ത് വേണം വേണ്ട എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ ഉണ്ട്. നീടും വാണ്ടും തിരിച്ചറിയാൻ പറ്റാത്ത. അതാണ് ഞാൻ ഹലാൽ ഹറാമിൻ്റെ കാര്യം പറഞ്ഞത്. നീടും വാണ്ടും എന്താണ്? കുട്ടിയുടെ ആഗ്രഹങ്ങളാണ് വാണ്ട്. കുറേ ഉണ്ടാവും കുട്ടിയുടെ ആഗ്രഹങ്ങളൊക്കെ നടപ്പിലാക്കാനുള്ളതല്ല. കുട്ടികളാകുമ്പോൾ അവരുടെ പക്വതയെത്താത്ത ബുദ്ധിയിൽ അവർക്ക് കുറേ ആഗ്രഹങ്ങൾ ഉണ്ടാവും. ഈ ആഗ്രഹങ്ങളെല്ലാം കാരണം അവർക്ക് ഹലാൽ ഹറാമുകളൊന്നും അറിയില്ല. 7ാം ക്ലാസ്സിലെത്തിയ കുട്ടി പറയാണ്, സോഷ്യൽ മീഡിയയിൽ അവിടെ ഇവിടെ കണ്ട പെൺകുട്ടിയാണ്, മെച്ച് എനിക്ക് ലിപ്സ്റ്റിക് ഇട്ട് പോകണം. അല്ലെങ്കിൽ 8ാം ക്ലാസ്സിലെത്തിയ കുട്ടി പറയാണ്, നമ്മളെ അണ്ടറിലാണ് കുട്ടി ഉള്ളത്, അല്ലെങ്കിൽ LP സ്കൂളിലാണ് കുട്ടി പറയണം
സ്കൂൾക്ക് പോകുമ്പോൾ ലിപ്സ്റ്റിക് ഇട്ട് പോകണം. എൻ്റെ കുട്ടി ചെറിയ കുട്ടിയല്ല, എന്നായിക്കോട്ടെ ഇട്ടോ. നമുക്ക് ഹലാലും ഹറാമും തിരിച്ചറിഞ്ഞില്ലെങ്കിൽ പിന്നെ എവിടെയാണ് ഈ അതിർവരമ്പുകൾ വേദിക്കപ്പെടുന്നത്? നിങ്ങൾക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം അറിയല്ലോ, ഹസൻ ഹുസൈൻ്റെ ചരിത്രം അറിയല്ലോ. മദീനത്തെ പള്ളിയിൽ ബൈത്തുൽ മാലിൻ്റെ ഈത്തപ്പഴം കൂട്ടിയിട്ടെടുത്ത് മുട്ടുകുത്തി വന്ന നബിയുടെ പേരക്കുട്ടിയുടെ അത് വായിലേക്ക് ഇട്ടപ്പോൾ, ചരിത്രം പറയേണ്ട ആവശ്യമില്ല, ഓർമ്മിപ്പിക്കാന്ന് മാത്രം, വായിലേക്ക് വിരലിട്ട് ആ കുട്ടി കഹ് 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 എന്ന് പറഞ്ഞ് വലിച്ചു പുറത്ത് കിട്ടത്, മോനെ ഇത് നമുക്ക് ഹറാമാണ്. ഏത് ഈ ചെറിയ കുട്ടി വരുന്ന കുട്ടിനോടാ പറയണത് ഇത് ഹറാമാണ്. നമുക്ക് ലിമിറ്റ് ചെയ്യേണ്ടടുത്ത് ലിമിറ്റ് ചെയ്യാൻ റസൂൽ കാണിച്ചിട്ടുണ്ട്. അത് പാടില്ല. അത് റസൂലിന്റെ ക്രൂരതയല്ല, കരുണയില്ലായ്മയല്ല. അതേ റസൂലാണ് ഈ കുട്ടികളെയും കൊണ്ട് മുട്ടുകുത്തി ഒട്ടകമായി കളിച്ചു നടക്കുന്നത്. അതേ റസൂലിനോടുള്ള സ്നേഹം മഹബത്തും ലിമിറ്റ് ചെയ്തത് കൊണ്ട് മക്കൾക്ക് നഷ്ടപ്പെട്ടിട്ടില്ല, പേരക്കുട്ടികൾക്ക്. അവര് റസൂല് ഖുത്ബ നടത്തുമ്പോൾ വല്ലിപ്പാന്റെ അടുത്തേക്ക് ഓടി വരുന്ന പേരക്കുട്ടികളെ നമ്മൾ ചരിത്രത്തിൽ കാണുന്നുണ്ട്. ഖുത്ബ നിർത്തിയിട്ട് ഇറങ്ങിപ്പോയിട്ട് മക്കളെടുത്ത് ഖുത്ബ തുടർന്ന ചരിത്രം നമ്മൾ കാണുന്നുണ്ട്. നിസ്കരിച്ചു കൊണ്ടിരിക്കെ കഴുത്തിൽ കയറി നിന്നപ്പോ സുജൂദിൽ പുറത്ത് കയറി. കാരണം സുജൂദിൽ ഇങ്ങനെ സുജൂദ് കിടക്കൽ വല്ലിപ്പ വീട്ടിൽ നിന്ന് എങ്ങനെയാണ്, അള്ളാഹുവിൻ്റെ റസൂൽ എന്ന വല്ലിപ്പ എങ്ങനെയാണ് ഒട്ടകയറ്റ് കളിക്കുകയാണ്. അപ്പോൾ അവർക്ക് അത് പരിചയമുണ്ട്. അപ്പോൾ റസൂലിനെ കാണുമ്പോൾ അവരിങ്ങനെ വന്നിട്ട് പിന്നെ റസൂലിനെ പുറത്ത് കയറിയിരിക്കുകയാണ്. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പെട്ടെന്ന് എടുത്തിട്ട് അവരെ ഒഴിവാക്കിയില്ല. നബി അവിടെ അങ്ങനെ തന്നെ നിന്നുകൊടുത്തു. അങ്ങനെ തന്നെ നിന്നുകൊടുത്തിട്ട് ദീർഘിച്ചപ്പോൾ അവസാനം സഹാബികൾ പറഞ്ഞെന്താണ്, റസൂൽ എന്താ പറ്റിയ ഞങ്ങൾക്ക് അറിഞ്ഞില്ല, ഇനി എന്തേലൊക്കെ സംഭവിച്ചോ, എന്തുകൊണ്ട് എഴുന്നേൽക്കുന്നില്ല കുറേ സമയം. അവസാനം മകൻ പേരക്കുട്ടി ഹസനോ ഹുസൈനോ രണ്ടാളൊരാൾ പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് റസൂൽ സുജൂദിൽ എഴുന്നേൽക്കുന്നത്. പിന്നെ റസൂൽ എന്താ പറയുന്നോ, അത് കുട്ടികൾക്ക് അതൊരു വിഷമാകും, ഞാൻ അവരെ വലിച്ചിടുമ്പോൾ വിഷമാകും എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തില്ല, അനങ്ങാതെ അവിടെ നിന്ന് പോയതാണ് നിസ്കാരത്തിൽ. അതേ റസൂലാണ് ഒരു ഹറാമിന്റെ വിഷയം വന്നപ്പോൾ വലിച്ചു പുറത്ത് കിട്ടത്. അത് പറ്റൂല എന്ന് പറഞ്ഞു. നോക്കൂ നിങ്ങൾ, അതാണ് നീടും വാണ്ടും റസൂലിന് തിരിച്ചറിഞ്ഞത്. കുട്ടിക്ക് എന്ത് പറ്റും, ഹലാൽ ഏത് ഹറാം ഏത്, അത് തിരിച്ചറിയാൻ പറ്റണം. അവിടെ കുട്ടിയുടെ ആഗ്രഹമല്ല, അത് കൃത്യമായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്ന ചരിത്രത്തിൽ. അവിടെ റസൂലിന്റെ കാരുണ്യമുണ്ട്, മക്കളോടുള്ള കാരുണ്യം അവ പഠിപ്പിക്കുന്നുണ്ട്. ആ കാരുണ്യം എന്താണ്? ഒന്ന്, കുട്ടികൾക്കിടയിൽ എന്തെങ്കിലുമൊക്കെ അള്ളാഹ്ക്ക് നമ്മളോടുള്ള കാരുണ്യം എന്ന് പറഞ്ഞാൽ റഹ്മത്ത് എന്നുള്ളത് അടങ്ങിയിട്ടുള്ള ഭാഗം എന്താണ്? റഹ്മത്തിൽ അടങ്ങിയത് മഗ്ഫിറത്തുണ്ട്. എന്താ മഗ്ഫിറത്ത്? വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാനുള്ളത്, പുറത്തു കൊടുക്കാനുള്ളത്, തെറ്റുകൾ സംഭവിക്കുന്നത്. അത് അള്ളാഹിൻ്റെ ഒരു കഴിവാണ്, അത് അള്ളാഹുവിൻ്റെ ഒരു സിഫത്താണ് റഹ്മത്ത്, പുറത്തു കൊടുക്കുക. പിന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ അത് സഫലമാക്കി തരാനുള്ള അത് റഹ്മത്തിൽ അടങ്ങിയിട്ടുണ്ട്. അള്ളാഹ് നമ്മുടെ ആഗ്രഹങ്ങൾ അള്ളാഹ് സഫലമാക്കി തരും. പക്ഷേ അള്ളാഹ് സഫലമാക്കുന്നത് എങ്ങനെയാണ്? നമ്മളെ ഇത് നമുക്ക് ഗുണമുണ്ടോ ഇല്ലെന്ന് അള്ളാഹ് തീരുമാനിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് നമ്മൾ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എന്ത് ചെയ്യും, ചിലപ്പോൾ തടഞ്ഞു വെക്കും, അപ്പം തരൂല. അത് അള്ളാഹ്ക്ക് അറിയാം. അത് ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും, ചിലപ്പോൾ അത് ദീർഘിച്ച് പിന്നെ എടുക്കും, ചിലപ്പോൾ അത് നമുക്ക് റിജക്റ്റ് ചെയ്യും. ഇത് അള്ളാഹ്ക്ക് അറിയാം അതിൻ്റെ ഗുണം ദോഷം എന്താണെന്നുള്ളത്. അതുകൊണ്ട് അള്ളാഹു എന്ത് ചെയ്യും, തടഞ്ഞു വെച്ചേക്കാം. പക്ഷെ നമുക്കറിയില്ലല്ലോ ബാക്കി എന്താ കാര്യം, അള്ളാഹ്ക്ക് അറിയാം. അത് അള്ളാഹു അങ്ങനെയാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നത്. ചിലപ്പോൾ തരും, ചിലത് പിന്നേക്ക് മാറ്റി വെക്കും. ചിലത് അള്ളാഹു ഈ ദുനിയാവിൽ അവൻ അത് കൊടുത്താൽ പ്രശ്നമാണെന്നുള്ളത് കൊണ്ട് കൊടുക്കാതെ അവൻ അതിനുവേണ്ടി കെഞ്ചി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഏറ്റവും ഉന്നതമായ പ്രതിഫലം പരലോകത്തേക്ക് മാറ്റിവെക്കും. അതാ റഹ്മത്ത് എന്നുള്ള അള്ളാഹുലേക്ക് ചേർക്കുന്ന സിഫത്തുമായി ബന്ധപ്പെട്ട് പറയുന്നത്. ഇത് തന്നെയാണ് ഓരോ മക്കളും അവരുടെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എടുത്തു പറഞ്ഞ വചനം. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. ഇർഹംഹുമാ, കരുണ കാണിക്കണമേ, റഹ്മത്ത് കാണിക്കണമേ. കമാ റബ്ബയാനി സഗീറ, ഞങ്ങളോട് ചെറുപ്പത്തിൽ കരുണ കാണിച്ചതുപോലെ. അവിടെ ഒരു ക്ലോസ് വെക്കുകയാണ്, ഒരു കണ്ടീഷൻ വെക്കുകയാണ്. ചെറുപ്പത്തിൽ കരുണ കാണിച്ചതുപോലെ. ചെറുപ്പത്തിൽ എങ്ങനെയാണ് കുട്ടിയോട് കരുണ? ചെറുപ്പത്തിൽ എങ്ങനെയാണ് കുട്ടികളോട് കരുണ? കുട്ടി പറയണതൊക്കെ വാങ്ങിച്ചു കൊടുക്കലാണോ കരുണ? അല്ല. കുട്ടിക്ക് പനിയാണ്, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കുട്ടിക്ക് പനിയാണ്, ഡോക്ടർ പറഞ്ഞു കാനുള്ള ഭക്ഷണം കൊടുക്കരുത്, പൊറോട്ട തീരെ പറ്റൂല, ബിരിയാണി പറ്റൂല. അല്ലെങ്കിൽ ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ഇഞ്ചക്ഷൻ ചെയ്യണം, എന്നാലേ പനി മാറുള്ളൂ. അപ്പോൾ കുട്ടി പറയാണ്, ഇന്ന ഇഞ്ചക്ഷൻ വെച്ചാൽ എനിക്ക് വേദനയാവും ഉപ്പച്ചി, അതുകൊണ്ട് ഇന്ന ഇഞ്ചക്ഷൻ വെക്കരുത് എന്ന് പറഞ്ഞ് കുട്ടി കരയുമ്പോൾ ആ ഉമ്മയും ഉപ്പയും പറയാണ്, എൻ്റെ കുട്ടി അതാണ് പറഞ്ഞത്, ഇനി ഇഞ്ചക്ഷൻ വെച്ച് കഴിഞ്ഞാൽ വേദന, എൻ്റെ കുട്ടീനെ വേദനയ്ക്ക് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് പിന്മാറി പോന്നിട്ട് അത് ആ മെഡിസിൻ എടുക്കാതെ തിരിച്ച് കുട്ടിയുടെ ഇഷ്ടത്തിന് പോന്നു കഴിഞ്ഞാൽ രോഗം
പിന്നെ കൂടുതൽ വഷളായി കുട്ടിക്ക് പ്രശ്നമാവുന്നതിന് ഉത്തരവാദി ആരാണ്? ആ കുട്ടിയോട് കരുണയില്ല. കുട്ടിയോട് അവിടെ ആ താൽക്കാലിക നിമിഷത്തെ സ്നേഹമുള്ളൂ, കാരുണ്യമില്ല. കാരുണ്യം ഉണ്ടാവുന്നപ്പോഴാണ് കുട്ടിയുടെ ഗുണത്തിന് വേണ്ടി പ്രയത്നിക്കുമ്പോഴാണ്. അപ്പൊ താൽക്കാലികമായി കുട്ടിക്ക് ചിലപ്പോൾ വിഷമം ഉണ്ടായേക്കാം. അപ്പൊ ആ വിഷമങ്ങളല്ല ആത്യന്തികമായിട്ടുള്ള, അതിന്റെ അപ്പുറത്തെ കുട്ടിക്ക് വേറെ വരാനുണ്ട്. അതുകൊണ്ട് കുട്ടി പറയാണ്, ഒരു ഹറാമിന്റെ കാര്യം കുട്ടിക്ക് അറിയില്ല. എനിക്ക് ഞാൻ അവിടേക്ക് വരാം, ലിപ്സ്റ്റിക് ഇടണം പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ പറ്റൂല മോളെ, നമുക്കത് പാടില്ലാത്തതാണ്. വേറെ ഒരുത്തൻ്റെ സ്കൂളിൽ നിന്നൊരു പെൻസിലുമായിട്ട് പേനയുമായിട്ട് എന്തെങ്കിലും സാമഗ്രിയുമായിട്ട് വീട്ടിലേക്ക് എടുത്തു വന്നു കഴിഞ്ഞാൽ മക്കളോട് പറയാൻ പറ്റുന്ന, അന്യന്റെ മുതൽ നമുക്ക് പറ്റില്ല മക്കളെ എന്ന് സ്നേഹത്തോടുകൂടി പറഞ്ഞ് അതിൽ കാർക്കശ്യത്തോടുകൂടി ആ വിഷയത്തിൽ സ്നേഹം കലർന്നൊരു കാർക്കശ്യത്തിൽ ഉണ്ടായിരിക്കണം. ഗൗരവം നമ്മളെ മുഖത്തു നിന്നാണ്. അത് നമുക്ക് ഒരിക്കലും പറ്റാത്തതാണ്. വേറെ ആളെ മുതലെടുക്കാൻ പാടില്ല, വേറെ ആളെ ദ്രോഹിക്കാൻ പാടില്ല. ഇങ്ങനെ ഓരോ ഹലാൽ ഹറാമുകളെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. അത് കുഴപ്പമൊന്നുമില്ല, അപ്പോൾ തൽക്കാലമുള്ള കുഴപ്പമില്ല. ഇന്ന് ഒരു അഴകുഴമ്പൻ നയം ദീനിന്റെ വിഷയത്തിൽ നമ്മളിൽ വന്നാൽ ഈ കുട്ടി നാളെ നമുക്കെതിരെ പറയും. അവിടെയാണ് റഹ്മത്ത് എന്ന് പറഞ്ഞാൽ നീടും വാണ്ടും തിരിച്ചറിയണം. ആവശ്യം നോക്കിയിട്ട് നമ്മൾ കുട്ടികൾക്ക് ആ ആവശ്യം നിർണ്ണയിക്കുന്നിടത്ത് വലിയൊരു ഘടകം ദീനാണ്. കുട്ടിയുടെ അത്യാവശ്യം നിർണ്ണയിക്കുന്നിടത്ത് കുട്ടി ആഗ്രഹങ്ങളും കുട്ടിയുടെ ആവശ്യങ്ങളും, എല്ലാ ആഗ്രഹവും നടപ്പിലാക്കാൻ പറ്റില്ല, പക്ഷെ ആവശ്യം നടപ്പിലാക്കണം. കുട്ടിയുടെ ആവശ്യങ്ങളെല്ലാം കുട്ടിയുടെ ആഗ്രഹമായിക്കൊള്ളുന്നില്ല. അത് നമ്മളുടെ ആഗ്രഹമാണ്. കാരണം അത് കുട്ടിക്ക് ഇപ്പം മനസ്സിലാവില്ല, നാളെ മനസ്സിലാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ചിലത് നിർബന്ധിപ്പിക്കേണ്ടി വരും. ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന അവസ്ഥ നമുക്ക് ഉണ്ടാവണം. ഇങ്ങനെ ഒരു ചിന്ത, ഇതാണ് ദീൻ നമുക്ക് പറഞ്ഞിരുന്നത്, ഇതാണ് ദീനിലൂടെ പഠിപ്പിക്കപ്പെടുന്നത്. കുട്ടികളുടെ കൂടെ സമയം ചെലവഴിക്കാൻ സ്കൂളിലേക്ക് പോകുന്നുണ്ട് ഒരു കുട്ടികൾ. ഞാൻ ഇവിടുന്ന് എടുത്ത് പറയണത്, സമയം നമുക്ക് അവസാനിപ്പിക്കാൻ ഏകദേശം നമുക്ക് ഇൻഷാ അല്ലാഹ് നമ്മളെ സമ്മാനദാനം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലേക്ക് പോയി 5 മിനിറ്റ് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. ബാക്കി നമുക്ക് ഇൻഷാ അല്ലാഹ് സമ്മാനദാനത്തിലേക്ക് പോകണം. അപ്പം എൻ്റെ പ്രിയമുള്ള രക്ഷിതാക്കളെ, ഉമ്മമാരെ, സഹോദരിമാരെ, നമ്മളെ മക്കൾ നമുക്ക് അല്ലാഹ് തന്നൊരു അമാനത്താണ്. മക്കളില്ലാത്തതിൻ്റെ പേരിൽ വിഷമങ്ങൾ അനുഭവിക്കുന്ന എത്രയോ ആളുകളുണ്ട്. അവർക്ക് അള്ളാഹു പ്രത്യേകമായിട്ടുള്ള എന്തെങ്കിലും ഒരു ഡിസ്ക്വാളിഫിക്കേഷൻ ഉള്ളത് കൊണ്ടോ അള്ളാഹു പറ്റാത്തത് കൊണ്ടൊന്നും ആവില്ല അവർക്ക് അള്ളാഹ് മക്കളെ തടഞ്ഞു വെക്കുന്നത്. അതൊരു പരീക്ഷണമാണ്. നമുക്ക് മക്കൾ അള്ളാഹു തന്നുകൊണ്ടിരിക്കുന്നത്, നിലവിലുള്ള മക്കൾ ഉള്ളത് നമ്മളോടൊരു പ്രത്യേകമായിട്ടുള്ളൊരു ഇഷ്ടം, മഹബത്ത് ഉള്ളത് കൊണ്ട് നിനക്കിത്ര മക്കൾ തരട്ടെ, ആണ് കിടക്കട്ടെ, നിന്നോടൊരു ഇഷ്ടം കൊണ്ട് എന്നുള്ളതാ. അതല്ല, അത് ഇത്ര തന്നിട്ട് നമ്മളല്ല പരീക്ഷിക്കുകയാണ്. എങ്ങനെയാണ് മക്കളെ പരിപാലിക്കുന്നത്? അവിടെ ക്ഷമയുണ്ടോ? സഹനമുണ്ടോ? തർബിയത്തിന് നല്ല ക്ഷമ വേണ്ടി വരും. മക്കളെ ശരീരം നോക്കാൻ അത്ര വലിയ ക്ഷമൊന്നും വേണ്ട, അവർക്ക് അങ്ങനെ തിന്നാൻ കൊടുത്താൽ മതി. പക്ഷെ മക്കളെ മനസ്സ് നോക്കിയിട്ട് പ്രതികരിക്കാൻ പറ്റണം. സെയ്ദ് റളിയല്ലാഹുവിന്റെ ചരിത്രം നമുക്കറിയാം, അനസ് റളിയല്ലാഹുവിന്റെ ചരിത്രം നമുക്കറിയാം. അള്ളാഹിന്റെ റസൂലിന്റെ കൂടെ നിന്ന് അവർക്കൊന്നും, ആക്കോ കുട്ടികളായിരുന്നു അവര്. സ്വന്തം വാപ്പ വന്നിട്ട് സെയ്ദ് റളിയല്ലാഹുവിനെ വിളിക്കുകയാണ്, മോനെ പോര്, നിന്റെ ഉപ്പയാണ്, നിന്റെ വാപ്പയാണ്. നഷ്ടപ്പെട്ട മകൻ റസൂലിന്റെ അടുത്ത് തിരിച്ചറിഞ്ഞിട്ട് വരികയാണ് സെയ്ദ് റളിയല്ലാഹുവിന്റെ പിതാവ്. എന്നിട്ട് പറയാണ്, എൻ്റെ കൂടെ പോരും മോനെ എന്ന് പറയുമ്പോൾ റസൂൽ പറയുന്നുണ്ട്, മകൻ ഇഷ്ടമുണ്ടെങ്കിൽ പോന്നോട്ടെ. പക്ഷെ അവസാനം മകനോട് ചോദിക്കുമ്പോൾ അങ്ങനെ എന്താ പറയുന്നത്? വാപ്പാ, എനിക്ക് ഈ മനുഷ്യന്റെ അടുത്ത് നിന്ന് പോരാൻ തോന്നുന്നില്ല. റസൂലിന് ഖിദ്മത്ത് ചെയ്യാണ്. അനസ് റളിയല്ലാഹുവിനെ ഉമ്മ ഏൽപ്പിക്കുകയാണ്. 10 കൊല്ലം ഖിദ്മത്ത് ചെയ്തിട്ട് ഇന്നേ വരെ എന്നോട് എന്താ അനസ അങ്ങനെ ചെയ്ത്, എന്താ ഇങ്ങനെ ചെയ്ത്, ഇങ്ങനെ ഒരു കുറ്റപ്പെടുത്തൽ ഞാൻ റസൂലിന് കേട്ടിട്ടില്ല. ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സംഭവ ചരിത്രത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട് അനസിനോട് ഒരു കാര്യം, ഒരാളെടുത്ത് പോയിട്ട് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട്. അപ്പൊ അനസ് അപ്പം പറഞ്ഞു ഞാൻ പോകില്ല. കുറച്ച് കഴിഞ്ഞിട്ട് അനസ് പറഞ്ഞു ഞാൻ പോയിക്കോളാറുണ്ട്. അപ്പോൾ പറഞ്ഞയച്ചു. കുറേ കഴിഞ്ഞിട്ട് അനസിനെ കാണാനില്ല. അനസ് റളിയല്ലാഹു വഴിയിൽ കുട്ടികൾ കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ കൂട്ടത്തിൽ അവിടെ പെട്ടുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറേ കാത്തിരുന്നിട്ട് അവസാനം അനസിനെ തേടി ഇറങ്ങുമ്പോൾ വഴിയിലാണുള്ളത്. തോളിൽ പോയിട്ട് വല്ല വിളിച്ചിട്ട് അല്ല പോയോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് ഓർമ്മ വരുന്നത്, ഒന്നും പറഞ്ഞില്ല. നബി പുഞ്ചിരിച്ചുകൊണ്ട് ആ ഓർമ്മ, നബിയുടെ മുഖം കണ്ട് ഞാൻ വീണ്ടും അത് പോയി. അപ്പോഴാണ് എനിക്കും ഓർമ്മ വന്ന് കൊണ്ടു കൊടുത്തു. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്, നമ്മൾ ഏറ്റവും അധികാരം എടുക്കുന്നത് നമ്മളെ കുട്ടിയെന്ന് വിചാരിച്ചിട്ട് ആ കുട്ടിൻ്റെ മനസ്സ് നോക്കാതെ എല്ലാ അധികാരവും എടുത്തിട്ട് എല്ലാ വാക്കുകളും വെച്ചിട്ട് കയർത്തും ചൂടായും നമുക്കൊരു തോന്നൽ, എൻ്റെ കുട്ടി എനിക്ക് എന്തും പറയാന്നുള്ളൊരു തോന്നൽ. ഏതുവരെ
ഏറ്റവും അധികം അവരെ വളർത്താൻ അള്ള ഒരു പ്രത്യേക 10-12 കൊല്ലം നമുക്ക് തന്നിട്ട് ആ കൊല്ലത്തിനിടയിൽ ഒരു കുട്ടിയുടെ ഓർമ്മയിൽ ഉമ്മ ഉപ്പ എന്ന് പറഞ്ഞ കുറേ എല്ലാവരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, കുറേ കുറ്റപ്പെടുത്തലുകളും ചീത്ത പറയലും അരുത് പറയലും, കുട്ടിയുടെ മാനസികാവസ്ഥ നോക്കാതെ ഒന്നും പരിഗണിക്കാതെ സ്നേഹത്തോടു കൂടി ഒന്ന് ചേർത്ത് പിടിക്കാതെ, ചെറിയ കുഞ്ഞ് പൈതലാവുമ്പോൾ 2 വയസ്സ് 3 വയസ്സൊക്കെ അല്ലെങ്കിൽ ഏകദേശം ആവുമ്പോൾ മടിയിലിരുത്തുന്ന സമയത്തുള്ള ഓമനിക്കലും താലോലിക്കലും അല്ല ഞാൻ പറയുന്നത്. അത് കഴിഞ്ഞിട്ടും കുട്ടിയുടെ ഒരു മനസ്സുണ്ട്, അതെന്താണ് അറ്റൻഷൻ സീക്കിങ്. അതുപോലെ തന്നെ കുട്ടിക്കുള്ളൊരു പരിഗണിക്കാൻ റെക്കഗ്നേഷൻസ്, തിങ്കിങ്, ഇതൊക്കെ കുട്ടികൾ ഉണ്ടാവുന്നതാണ്. ഇതൊന്നും പരിഗണിക്കാതെ നമ്മുടെ സാഹചര്യം വെച്ചിട്ട് പെരുമാറി കയറി നിരങ്ങി ഇറങ്ങിപ്പോയ ഒരു മകനായി മകളായിട്ട് നമ്മുടെ മക്കൾ വരരുത്. അങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ ദീൻ അങ്ങനെയാണ് നമ്മളെങ്കിൽ പിന്നെ നമ്മൾ ദീന് പറഞ്ഞിട്ടൊന്നും കുട്ടിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. പിന്നെ നമ്മൾ നിസ്കരിക്കാൻ പറഞ്ഞൊന്നും കുട്ടിക്ക് എന്തെങ്കിലും ഒരു താല്പര്യം ഉണ്ടാവില്ല. 10 വയസ്സ് വരെ 7 വയസ്സ് വരെ കുട്ടി നിസ്കരിക്കുന്നതിനെ കുറിച്ച് പറയുന്നേ വേണ്ട, കാണും, കണ്ട് ഒപ്പം നിസ്കരിക്കും. പിന്നെ 3 കൊല്ലം പറച്ചിൽ മാത്രം. ആ 3 കൊല്ലം കഴിഞ്ഞ് 10 വയസ്സ് കഴിഞ്ഞ് എന്നിട്ട് നിസ്കരിക്കാൻ നിൽക്കൂല ശരിക്കും. എന്നിട്ട് നിസ്കരിക്കണമെങ്കിൽ മാത്രമാണെന്ന് അടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ആദ്യം തുടങ്ങുന്ന നിസ്കാരത്തിൻ്റെ കാര്യത്തിലല്ല, നമ്മുടെ ഇമോഷൻ വെച്ചിട്ടാണ് അടി ആദ്യം തുടങ്ങുന്നത്. അത് 4-ാം വയസ്സിൽ തുടങ്ങിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ 5-ാം വയസ്സിൽ തുടങ്ങിയിട്ടുണ്ട് അടി. ഈ അടിയും ഈ ചീത്തയും, അടിനേക്കാൾ കൂടുതൽ വഴക്ക്, മാർക്കിൻ്റെ പേരിലുള്ള പ്രശ്നങ്ങൾ. ഞാൻ സമയം ഉള്ളതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക. ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഒരു അധ്യയന വർഷത്തിൻ്റെ തുടക്കത്തിൽ രക്ഷിതാക്കൾ എന്ന അർത്ഥത്തിൽ നമ്മുടെ മക്കൾ നമുക്ക് ഇവിടുന്ന് തീരാനുള്ളതല്ല, നമുക്ക് പരലോകത്തെത്താനുള്ളതാണ്. അവർക്ക് നല്ല തെർബിയത്ത് വേണം. തെർബിയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കുറേ കരിയർ ഗൈഡൻസിൻ്റെ ക്ലാസ് കൊണ്ട് മാത്രം തീരണമല്ല, അവർക്ക് അഖീദ കിട്ടണം, തൗഹീദ് അറിയണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയണം, പടച്ചവനുള്ള വിശ്വാസം ഉണ്ടാവണം. എന്തെങ്കിലും കുറവ് പറ്റി കഴിഞ്ഞാലും അലല്ലാഹ് എന്ന് തവക്കൽത്തു അലല്ലാഹ് എന്ന് വീട്ടിൽ കണ്ടിട്ട് കുട്ടി കുറേ കാലമായി, പക്ഷേ കുട്ടീൻ്റെ മനസ്സിൽ ഇത് ഉണ്ടാവണം. അതില്ലെങ്കിൽ കുട്ടി പോയി ഒരു കയറിലോ കണ്ടല്ലോ ഇവിടെ പോയി തൂങ്ങി ജീവൻ കളിയാണ്. അവിടെ മാർക്ക് കുറഞ്ഞെന്നും പറഞ്ഞിട്ട് കുട്ടി മദ്രസയിലൊക്കെ പഠിച്ചിട്ടുണ്ട്, പക്ഷെ കുട്ടിക്ക് അത് ബോധ്യമായിട്ടില്ല. അത് ബോധ്യമാകുന്നിടത്താണ് നമ്മൾ വിജയിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള നല്ല മക്കളെ നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ കെട്ടകാലത്തെ ഈ സോഷ്യൽ മീഡിയയുടെ അതിപ്രസരത്തിൻ്റെ കാലത്ത് ഒരുപാട് ചിന്തകളെ തെറ്റിച്ചു കൊണ്ടുപോകുന്ന സാഹചര്യങ്ങളിൽ നല്ല ബലമുള്ള ഈമാനുള്ള ഒരു നോളജ്, അറിവ്, ആ ഒരു ചിന്ത ഒക്കെ കൊടുത്ത് വളർത്തിയിട്ടില്ലെങ്കിൽ നമുക്ക് പിന്നെ കുട്ടീനൊന്നും 10-12 കഴിഞ്ഞിട്ട് +1 +2 ആയിട്ട് പിന്നെ എങ്ങനെ പോയിട്ട് നിസ്കരിച്ചോ, അല്ലെങ്കിൽ അള്ളാഹിനെ കുറിച്ച് അറിയണട്ടോ, റസൂലിനെ കുറിച്ച് അറിയണട്ടോ, എന്നെ ക്യാമ്പിന് പോകണട്ടോ, അതിലൊന്നും എഫക്റ്റീവ് ആവില്ല. അത് കയ്യിലിങ്ങനെ കളിമണ്ണ് പോലെ അള്ള തന്നതാണ്. ഇനി എന്താ വിചാരിച്ച പോലെ അതിനെ ആക്കിക്കോ എന്ന് പറഞ്ഞ് തന്നതാണ്. അത് നമ്മുടെ ചോയ്സാണ്. പിന്നെ കുട്ടിൻ്റെ ചോയ്സാണ് എന്നാണോ നന്നാണ്ടേ എന്നുള്ളത് പ്രായപൂർത്തിയായി കഴിഞ്ഞതോടുകൂടി. അത് പിന്നെ അള്ളാഹ് തൗഫീഖ് ഉണ്ടെങ്കിൽ ഒരു നന്നായി വന്നേക്കാം. നമ്മളൊക്കെ പലരും ഹിദായത്ത് കിട്ടുന്നത് പിന്നെയാണല്ലോ, അത് അലല്ല. പക്ഷെ നമ്മളത് ഏൽപ്പിച്ചൊരു ഇതുണ്ട്, നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം കുട്ടിയുടെ കാര്യത്തിൽ, തർബീയത്തിൻ്റെ വിഷയത്തിൽ. അപ്പം അങ്ങനെ നമ്മൾ നടത്താതിൽ വിഷയങ്ങൾ പഠിക്കുക, നമ്മൾ കൂടുതൽ അറിവുള്ള ആളുകളായി മാറുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നല്ല തലമുറ നമ്മുടെ മക്കളിലൂടെ ഈ നാടിനും സമൂഹത്തിനും ഉപകാരം ചെയ്യുന്ന, ഈ രാജ്യത്തിന് ഉപകാരം ചെയ്യുന്ന, അതിനേക്കാൾ അപ്പുറത്ത് നാളെ പരലോകത്ത് നമുക്ക് വലതുൻ സ്വാലിഹൻ യദ്ഉ ലഹു, പ്രാർത്ഥിക്കുന്ന മക്കളായി, അങ്ങനെയുള്ള മക്കളായി മാറാനുള്ള തൗഫീക്ക് നമുക്ക് നമ്മുടെ മക്കൾക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഒറ്റ കാര്യം ഓർമ്മിപ്പിക്കുന്ന, നമ്മുടെ മക്കൾക്ക് വേണ്ടി മാത്രമായിട്ടല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, നമ്മുടെ നാട്ടിലെ മക്കളൊക്കെ നന്നാവണം. അങ്ങനെ ആവുമ്പോഴാണ് നമ്മുടെ കുട്ടികൾക്കും ആ നല്ല കുട്ടികളുടെ കൂടെയൊക്കെ വളരാനുള്ള ആ ഒരു പിയർ ഗ്രൂപ്പൊക്കെ വലിയൊരു പ്രശ്നമാണെന്ന്. അപ്പോൾ ആ ഒരു നമ്മുടെ കുട്ടി വളരുന്ന സാഹചര്യം, കുട്ടിയുടെ കൂട്ടുകെട്ട്, ഇതൊക്കെ നല്ല കൂട്ടുകെട്ടിലേക്ക് സ്റ്റുഡൻസിൻ്റെ ഇതൊക്കെ സംവിധാനങ്ങളൊക്കെ നമുക്കറിയാം. അതിലൊക്കെ ബാലവേദിയും ഇതൊക്കെ നമ്മൾ ബന്ധിപ്പിക്കണം. അതൊന്നും ഇല്ലെങ്കിൽ നമ്മളെ കുട്ടി എവിടെയാണ് കുട്ടിക്ക് സ്പേസ് ഉള്ളത് വളരാൻ? രോഗം കൊണ്ടും സാമ്പത്തികമായും പ്രതിസന്ധി അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവിടെയൊക്കെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ അള്ളാഹു ദൂരീകരിച്ചു കൊടുക്കുകയും ജീവിതത്തിൽ സൗഖ്യം പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചു പോകാനുള്ള തൗഹീദിന്റെ കരുത്ത്, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ കരുത്ത് നമുക്ക് ഏവർക്കും അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.